അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. പല സ്ഥലങ്ങളിലും പല രീതികളിലും നിങ്ങൾ കേട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റമാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ വ്യത്യസ്ത രീതികളിലൊക്കെ പ്രാക്ടീസ് ചെയ്യപ്പെടുന്ന ലോകാരോഗ്യ സംഘടന അംഗീകരിച്ചിട്ടുള്ള ഒരു സിസ്റ്റമാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്നത്. അക്യുപങ്ക്ചറിനെ ട്രീറ്റ്മെൻറ്റ് ലെവലിൽ നമ്മൾ അടുത്തറിയുമ്പോൾ ഇത് ധാരാളം രോഗങ്ങളെ ശമിപ്പിക്കുന്ന നല്ല ഒരു ചികിത്സയായിട്ടാണ് പൊതുവായിട്ട് ഇതറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇതിന് കൂടുതൽ പോപ്പുലാരിറ്റി വന്നിട്ടുള്ളതും. മനുഷ്യൻ്റെ സ്വാഭാവികമായിട്ടുള്ള ശരീരത്തെ ബാധിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾക്കുള്ള, എന്നാൽ ഏറെക്കുറെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള ഒരു പരിഹാരമാണ് അക്യുപങ്ക്ചർ. അപ്പം അതിൻ്റെ ഒരു തിയറി, നമ്മൾ സാധാരണ അക്യുപങ്ക്ചർ ചെയ്യുമ്പോൾ ഒരുപാട് രോഗങ്ങൾ മാറുന്നുണ്ട്, സാധാരണ നമുക്ക് വേദനകൾ കുറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ വേ എന്താണ് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് ഈ ഒരു അക്യുപങ്ക്ചറുമായി ബന്ധപ്പെട്ട ഒരു വെബിനാറിൽ ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ പ്രധാനപ്പെട്ട അക്യുപങ്ക്ചറിൻ്റെ കോൺസെപ്റ്റിലേക്ക് നമ്മൾ പോകുമ്പോൾ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഹാർമണിയെ സൂചിപ്പിക്കുന്ന, നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ വ്യത്യസ്ത എനർജികളുടെ ഒരു സംഗമ കേന്ദ്രമായിട്ടാണ് അക്യുപങ്ക്ചറിൽ പറയുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തെ ശരിയാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു ബാലൻസ് സിസ്റ്റം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിക്കുന്ന നല്ലൊരു മാർഗമായിട്ടാണ് സാധാരണ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സാ രീതിയെ കാണുന്നത്. ഇത് മനുഷ്യൻ്റെ ഒരു ആദ്യകാലങ്ങളിൽ തന്നെ, മനുഷ്യൻ്റെ ഉത്ഭവകാലത്ത് തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്കുള്ള പരിഹാരമായിട്ട്, പ്രത്യേകിച്ച് രോഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്കൊക്കെ നല്ലൊരു പരിഹാരമായിട്ടാണ് അക്യുപങ്ക്ചർ പ്രവർത്തിച്ചിരുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ നാഗരികതയോളം പഴക്കമുള്ള ഒന്നാണ് അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സ. അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ ലെവലിൽ നോക്കുമ്പോൾ, നമ്മൾ സാധാരണ നമ്മുടെ ശരീരത്തിനെ നമ്മൾ രണ്ട് ധ്രുവങ്ങളിലായിട്ട് സാധാരണഗതിയിൽ പറയും. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് രണ്ട് എനർജികളുടെ ഒരു സംഗമ കേന്ദ്രമാണ്. ആ രണ്ട് എനർജികൾ പരസ്പരം എതിരായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത്. അപ്പോൾ അവ വളരെ കൃത്യതയോടെ ഏറ്റവും ഹാർമണൈസ്ഡ് ആയിട്ട് നിലനിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ, അവിടെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ആ ഒരു ഹാർമണൈസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ ഇല്ലാതാവുകയും അവിടെ ഒരു ഡിസ്ഹാർമണി ക്രിയേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. അതിനെയാണ് സാധാരണ നമ്മൾ രോഗങ്ങൾ എന്ന് പറയുന്നത്. നമുക്കറിയുന്നത് പോലെ തന്നെ രോഗങ്ങൾ വരുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും വേദനകളായിരിക്കാം, ചിലപ്പോൾ നമുക്ക് നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചർ കൂടുന്ന അവസ്ഥയായിരിക്കാം, നമുക്ക് ഏതെങ്കിലും ഭാഗത്ത് നീർക്കെട്ട് വരുന്ന അവസ്ഥയായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഓർഗൻസ് കൃത്യമായിട്ട് പ്രവർത്തിക്കാത്തത് കാരണം പലതരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും സാധാരണഗതിയിൽ ഒരു മനുഷ്യ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പം അതിൻ്റെ അടിസ്ഥാന കാരണമായിട്ട് അക്യുപങ്ക്ചറിൽ പറയുന്നത്, നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട് ബാലൻസ്ഡ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്ന ഒരു, അതായത് നമ്മുടെ ഒപ്റ്റിമൽ ഹെൽത്തിനെ, നമ്മുടെ ശരിയായ ഒരു ആരോഗ്യത്തെ നിർണയിച്ച് നിലനിർത്തുന്ന ഘടകങ്ങളിൽ ഉണ്ടാകുന്ന അസന്തുലിതമായിട്ടുള്ള ഒരു സാഹചര്യമാണ് രോഗങ്ങൾക്കുള്ള കാരണമെന്നാണ് അക്യുപങ്ക്ചറിൽ പറയുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അക്യുപങ്ക്ചറിനെ കുറിച്ചിട്ട് നമ്മൾ അടുത്തറിയുമ്പോൾ, അക്യുപങ്ക്ചറിൻ്റെ തിയറികളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫിലോസഫികളിലേക്ക് പോകുന്ന സമയത്ത് നമ്മളെപ്പോഴും സംസാരിക്കുന്നത് ഒരു ഹാർമണിയെ കുറിച്ചിട്ടാണ്. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് തന്നെ എന്താണ്? ഒരു ഹാർമണിയുടെ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരുപാട് വ്യത്യസ്ത രീതികളിലുള്ള ഹാർമണികൾ, സന്തുലിതമായിട്ടുള്ള അവസ്ഥകൾ കൂടിച്ചേരുന്നതിനെയാണ് നമ്മൾ ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ആ ശരീരത്തെ ബാധിക്കുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഇംബാലൻസ് സ്റ്റേറ്റ്, അതല്ലെങ്കിൽ അസന്തുലിതമായിട്ടുള്ള ഒരു അവസ്ഥയൊക്കെ നമ്മുടെ ശരീരത്തിൽ രോഗമായിട്ടായിരിക്കും സാധാരണഗതിയിൽ കാണാം. അപ്പോൾ അത്തരം സാഹചര്യങ്ങളെ കൃത്യമായിട്ട് ശരിയാക്കുന്നതിൽ, ആ ബാലൻസ് സ്റ്റേറ്റിനെ കൃത്യമായിട്ട് ഒരു സന്തുലിതമായിട്ട് അവസ്ഥയിലേക്ക് കൊണ്ടുവരുന്നതിലൊക്കെ അക്യുപങ്ക്ചർ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ചികിത്സയായിട്ടാണ് പറയുന്നത്. മനുഷ്യൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ചിട്ട് നമ്മൾ പഠിക്കുന്ന സമയത്തും അന്വേഷിക്കുന്ന സമയത്തും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത്, ആദ്യകാലത്തൊന്നും മനുഷ്യന് തീരെ രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. കാരണം
ഏറ്റവും സന്തുലിതമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങളും അനുകൂലമായിട്ടുള്ള ഏറ്റവും നല്ലൊരവസ്ഥയുമായിരുന്നു നിലനിന്നിരുന്നത്. അതുകൊണ്ട് തന്നെ അവന് രോഗങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ പിൽക്കാലത്ത് രോഗങ്ങൾ വരാൻ തുടങ്ങിയതിൻ്റെ ഒരു അടിസ്ഥാന കാരണമായിട്ട് ചരിത്രത്തിലും ഫിലോസഫിയിലുമൊക്കെ പറയുന്നത് മനുഷ്യൻ്റെ പ്രശ്നങ്ങളാണ്. മനുഷ്യൻ്റെ ചിന്താഗതിയിലും അവൻ്റെ ജീവിത രീതിയിലും അതേപോലെ തന്നെ അവൻ്റെ സ്വഭാവ ഗുണങ്ങളിലും പെരുമാറ്റ രീതികളിലും എല്ലാം മാറ്റങ്ങൾ വന്ന സമയത്താണ് സ്വാഭാവികമായിട്ട് മനുഷ്യന് രോഗങ്ങൾ വന്നു തുടങ്ങിയത്. അപ്പോൾ നമ്മൾ യൂണിവേഴ്സിനെ കുറിച്ച് പഠിക്കുന്ന സമയത്ത്, നമ്മുടെ പ്രകൃതിയെ കുറിച്ചിട്ട് മനസ്സിലാക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ പ്രകൃതി തന്നെ നിലനിൽക്കുന്നത് വ്യത്യസ്ത രീതികളിലുള്ള എനർജികളുടെ ഒരു കൂട്ടായ്മയുടെ ഫലമായിട്ടാണ്. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ ഭൂമിയിൽ ചില സമയത്ത് മഴ പെയ്യുന്നുണ്ട്, ചില സമയത്ത് നല്ല വെയിലുണ്ടാവുന്നുണ്ട്, കാലാവസ്ഥകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, സീസണുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്, രാവും പകലും മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് വളരെ കൃത്യമായിട്ട് ഇവിടെ സംവിധാനിച്ചിട്ടുള്ള ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ മാറ്റങ്ങൾ വളരെ നല്ല രീതിയിൽ നടക്കുന്നത്. ഇപ്പോൾ നമ്മൾ രാത്രിയാണ് സംസാരിക്കുന്നതെങ്കിലും ഈ രാത്രി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് പ്രഭാതം ഉണ്ടാവുകയും ആ പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുകയും ചെറിയ രീതിയിൽ പിന്നീട് പ്രകാശം കൂടി വന്ന് അത് ഉച്ചയിലേക്ക് മാറുകയും ചെയ്യും. അപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മുടെ പ്രകൃതി തന്നെ സംവിധാനിച്ചിട്ടുള്ള പ്രത്യേക ഒരു സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു അവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയുന്നത് പോലെ തന്നെ ഏതെങ്കിലും ഒരു അവസ്ഥ അതിൻ്റെ കൃത്യതയോടെ ആ ഒരു സമയത്ത് സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും? കാലാവസ്ഥാ വ്യതിയാനമെന്നോ അല്ലെങ്കിൽ ഒരു പ്രശ്നമായിട്ടായിരിക്കും നമ്മളതിനെ പൊതുവായിട്ട് കാണുന്നത്. അപ്പോൾ പ്രകൃതിയിൽ നമ്മളിപ്പോൾ ഒരു സീസണൽ ലെവലിൽ നോക്കുന്ന സമയത്ത്, കാലാവസ്ഥകളെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത്, ചില സമയത്ത് മഴ കൃത്യസമയത്ത് വർഷിക്കുന്നില്ലെങ്കിൽ നമ്മളതൊരു പ്രശ്നമായിട്ട് പറയും. ഇല്ലേ? സാധാരണ ഏതെങ്കിലും ഒരു സമയത്ത് മഴ വർഷിക്കുന്ന സമയത്ത് മഴ പെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഒരു അസന്തുലിതമായിട്ടുള്ള സാഹചര്യം ഭൂമിയിലുണ്ടെന്ന് പറയും. അതേപോലെ തന്നെയാണ് വെയില് കഠിനമായി കഴിഞ്ഞാൽ അത് ഏഹ്, താപനം കൂടുന്ന ഒരവസ്ഥയായിട്ട് നമ്മളതിനെ പരിഗണിക്കുകയും അത് ഒരു അസന്തുലിതമായിട്ടുള്ള ഒരു സാഹചര്യമായിട്ട് നമ്മൾ പറയും. അതേപോലെ ഓരോ കാലാവസ്ഥയും അതിൻ്റെ കൃത്യതയോടെ ആ ഒരു സമയത്ത് സംഭവിക്കുക എന്നുള്ളത് അനിവാര്യമായിട്ടുള്ള ഒന്നായിട്ടാണ് യൂണിവേഴ്സലി അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് നിലനിൽക്കുന്നത്. അപ്പം അതിൽ വ്യത്യാസങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അതിനെ നമ്മളൊരു പ്രശ്നമായിട്ട് തന്നെയാണ് കാണുക. അതിനെ പ്രകൃതിയിൽ വരുന്ന മാറ്റങ്ങളായിട്ടാണ് നമ്മൾ കാണുക. ഒരു ഇംബാലൻസ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു അസന്തുലിതമായിട്ടുള്ള അവസ്ഥയായിട്ടാണ് നമ്മളതിനെ പരിഗണിക്കുക. അപ്പോൾ ഇതേ കാര്യം തന്നെ നമ്മൾ പ്രകൃതിയുമായി ബന്ധപ്പെടുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ പറയുന്നത് ഈ പ്രകൃതിയുടെ തന്നെ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു സിസ്റ്റം പോലെ തന്നെയാണ് നമ്മുടെ ശരീരവും. ശരീരവും പ്രകൃതിക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിലും നിരന്തരം മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കും. പ്രകൃതിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. പലപ്പോഴും നമ്മളതിനെ തിരിച്ചറിയാനോ അതിനെക്കുറിച്ചിട്ട് മനസ്സിലാക്കാനോ ശ്രമിക്കുന്നില്ല എന്ന് മാത്രം. ഇപ്പോൾ മഴ പെയ്യുന്ന സമയത്ത് നമ്മുടെ മനസ്സും നമ്മുടെ ശരീരവും ഒക്കെ നല്ല ഒരു അവസ്ഥയിലായിരിക്കും നിലനിൽക്കുക. നല്ല തണുപ്പുള്ള രാത്രികളിൽ നമുക്ക് നന്നായിട്ട് ഉറങ്ങാൻ വേണ്ടിയിട്ട് സാധിക്കും. പൂർണ്ണചന്ദ്രൻ്റെ രാത്രികളിൽ നല്ല ഒരു തണുപ്പും കുളിർമയും ഒക്കെ നമ്മുടെ ശരീരത്തിന് പൊതുവായിട്ടുണ്ടാകും. അപ്പം അതിൻ്റെ കാരണം എന്താണ്? യൂണിവേഴ്സലി പ്രകൃതിപരമായിട്ട് നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ച് നമ്മുടെ ശരീരത്തിലും വളരെ കൃത്യമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഈ മാറ്റങ്ങളെക്കുറിച്ചിട്ടാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിൽ പറയുന്നത്. അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് തന്നെ മാറ്റങ്ങളെക്കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് ആ മാറ്റങ്ങൾ എവിടെയൊക്കെ സംഭവിക്കുന്നുണ്ടോ അത് ശരീരത്തെയോ അല്ലെങ്കിൽ നമ്മുടെ ഊർജ്ജ വ്യവസ്ഥയെയോ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന സമയത്ത് അതിനെ ശരിയാക്കിയെടുക്കുന്ന ഒരു സിസ്റ്റമായിട്ടാണ് അക്യുപങ്ക്ചർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പല ഘട്ടങ്ങളെയും പല രോഗാവസ്ഥകളെയും ഒക്കെ വളരെ എളുപ്പത്തിൽ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ പറ്റുന്നതും അവയിൽ നല്ല റിസൾട്ടുകൾ കൊണ്ടുവരാൻ പറ്റുന്നതും. അക്യുപങ്ക്ചർ എന്ന് പറയുന്നത് യൂണിവേഴ്സലി അല്ലെങ്കിൽ പ്രകൃതിപരമായിട്ട് നിലനിൽക്കുന്ന ഒരു ബാലൻസ് സിസ്റ്റത്തെ കുറിച്ചിട്ട് കൃത്യമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം അതിനെ ശരിയാക്കി എടുക്കുന്ന ഒരു ചികിത്സയായിട്ടാണ് അക്യുപങ്ക്ചർ നിലനിൽക്കുന്നത്. അപ്പം ഇതിൻ്റെ തത്വശാസ്ത്രങ്ങളിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ആധികാരികമായിട്ടുള്ള തിയറികളിലേക്ക് പോകുന്ന സമയത്ത് നമ്മുടെ ശരീരത്തെക്കുറിച്ചിട്ട് അക്യുപങ്ക്ചറിൽ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വ്യത്യസ്ത രീതികളിലുള്ള ഊർജ്ജ സംവിധാനത്തിൻ്റെ ഒരു കൂട്ടായിട്ടുള്ള
ഒരു സിസ്റ്റമായിട്ടാണ് നമ്മൾ എന്തിനു പറയുക, നമ്മുടെ ശരീരത്തെക്കുറിച്ച് പറയുക. യൂണിവേഴ്സലി നിലനിൽക്കുന്നതും സമാനമായിട്ടുള്ള ഒരു രീതി തന്നെയാണ്. നമ്മുടെ ശരീരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുള്ളത് പോലെ തന്നെ, നമ്മുടെ ശരീരത്തിൽ രക്തധമനികളുള്ളത് പോലെ തന്നെ, നമ്മുടെ ശരീരത്തിൽ നാഡി ഞരമ്പുകൾ പ്രവർത്തിക്കുന്നത് പോലെ തന്നെ, നമ്മുടെ ശരീരത്തിൽ മസ്തിഷ്കം പ്രവർത്തിക്കുന്നത് പോലെ തന്നെ, നമുക്ക് ഒരിക്കലും കാണാൻ പറ്റാത്ത തരത്തിലുള്ള എനർജി സിസ്റ്റവും നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ഒരിക്കലും വിസിബിലിറ്റി ഇല്ലാത്ത, കാണാൻ സാധിക്കാത്ത ആത്മാവ് നമ്മുടെ ശരീരത്തിൽ കുടിയിരിക്കുന്നുണ്ട്. പലപ്പോഴും നമ്മൾ അതിനെ മനസ്സായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ ആത്മാവായിട്ടോ ഒക്കെ പറയും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പോൾ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ ആ ഒരു മൃതശരീരത്തെ കുറിച്ചിട്ട് സാധാരണഗതിയിൽ നമ്മൾ എന്താ പറയുക, അതിനെ ഡെഡ് ബോഡി എന്ന് പറയും. ഒരു മനുഷ്യനെ കുറിച്ചിട്ട് അവൻ്റെ അസ്തിത്വം അവിടെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ അവനിൽ ഒരു മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ക്വാളിറ്റി നിലനിൽക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഈ അവരുടെ ശരീരത്തിൽ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു ആത്മാവോ അല്ലെങ്കിൽ അവരുടെ അകത്തുള്ള ഒരു മനസ്സോ അതല്ലെങ്കിൽ അവരുടെ ശരീരത്തിലുള്ള ഒരു ജൈവോർജമോ ആണ്. ഈ ഊർജം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിൽ നിലനിൽക്കുന്നത്. ഊർജം എന്ന് പറയുന്നത് ഇപ്പോൾ നമുക്ക് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ സ്കൂൾ തലങ്ങളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഊർജത്തെക്കുറിച്ചും ദ്രവ്യത്തെക്കുറിച്ചും ഒക്കെ സാധാരണഗതിയിൽ പറയാറുണ്ട്. ഊർജവും ദ്രവ്യവും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുക്കളിലൊക്കെ ഊർജമുണ്ടെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ആ ഊർജത്തിൻ്റെ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന അല്ലെങ്കിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഊർജത്തെ നമ്മൾ പല ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതേ പ്രകാരം തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഘടനാപരമായിട്ട് നമ്മുടെ ശരീരത്തിലും എന്തുണ്ട്, ഒരു ഊർജ്ജ സംവിധാനം നിലനിൽക്കുന്നുണ്ട്. ആ ഊർജ്ജ സംവിധാനം ബാലൻസ്ഡ് ആയിട്ട് നിലനിൽക്കണം. അത് നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും ആത്മീയമായിട്ടുള്ള പ്രവർത്തനങ്ങളെയും നമ്മുടെ മാനസികമായിട്ടുള്ള തലങ്ങളെയും ഒക്കെ വളരെ കൃത്യതയോടെ പരസ്പരം ബന്ധപ്പെടുത്തിയിട്ട് നിലനിർത്തണം. അങ്ങനെ ബന്ധപ്പെടുത്തിയിട്ട് നിലനിർത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഏറ്റവും നല്ല അവസ്ഥ ഉണ്ടാവുന്നത്. ഏറ്റവും നല്ല അവസ്ഥ എന്ന് പറയുമ്പോൾ നമ്മൾ പറയുന്ന ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയുണ്ടാകുന്നത്. ഇങ്ങനെ ഈ ആരോഗ്യപൂർണ്ണമായിട്ടുള്ള അവസ്ഥ മാറുന്ന സമയത്ത് നമ്മൾ അതിനെന്ത് പറയും? ഒരു രോഗാവസ്ഥ എന്ന് പറയും. ഇപ്പം ഇതിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം എന്ന് പറയുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്കൊരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഭൂമിയുടെ ഒരു പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ പ്രകൃതിയുടെ പ്രശ്നമായിട്ട് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ, അതൊരു മാറ്റമാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലും ഈ മാറ്റങ്ങൾ സംഭവിക്കുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഊർജ്ജ സംവിധാനത്തിൻ്റെ അഭാവങ്ങളോ കുറവോ വ്യതിയാനങ്ങളോ സംഭവിക്കുന്ന സമയത്ത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പൊതുവായിട്ടുള്ള പ്രവർത്തനത്തെ ബാധിക്കും. അങ്ങനെ പ്രവർത്തനത്തെ ബാധിക്കുമ്പോഴാണ് നമ്മൾ ശരീരത്തെക്കുറിച്ച് രോഗം എന്ന് പറയുന്നത്. രോഗങ്ങൾ സംഭവിക്കുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് ഈ സംവിധാനത്തിൽ ഉണ്ടാകുന്ന വ്യതിയാനങ്ങളോ അല്ലെങ്കിൽ കുറവോ അതല്ലെങ്കിൽ അതിൽ ഏതെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങളോ ആണ്. അപ്പോൾ ശരിയായ രീതിയിൽ ഊർജ്ജം ഒരു പ്രത്യേക ഭാഗത്തേക്കോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലെയും പ്രവർത്തിപ്പിക്കുന്ന രീതിയിൽ വളരെ വളരെ കൃത്യതയോടെ സന്തുലിതമായിട്ട് നിലനിൽക്കുന്നില്ലെങ്കിൽ അതിനെയാണ് നമ്മൾ യഥാർത്ഥത്തിൽ രോഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ വൈറ്റൽ എനർജി അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ എനർജി സിസ്റ്റം അല്ലെങ്കിൽ ഊർജ്ജ സംവിധാനം എന്നൊക്കെ സാധാരണഗതിയിൽ വിളിക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ ജൈവോർജ്ജം നിലനിൽക്കുന്നുണ്ടെങ്കിലും ഉണ്ടെന്നും ആ ഊർജ്ജത്തിൻ്റെ സഹായത്തോടു കൂടിയിട്ടാണ് ഒരു മനുഷ്യൻ്റെ നിലനിൽപ്പ് സാധ്യമാകുന്നതും എന്നാണ് അക്യുപങ്ക്ചറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തിയറി എന്ന് പറയുന്ന ഒരു സിദ്ധാന്തം എന്ന് പറയുന്നത്. അപ്പം അതിനോട് അനുബന്ധിച്ച് നമ്മൾ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഈ രോഗങ്ങൾ വരുന്ന സമയത്തൊക്കെ സാധാരണഗതിയിൽ അക്യുപങ്ക്ചറിൽ ചികിത്സയായിട്ടൊക്കെ സാധാരണ ചെയ്യുന്നതാണ് ഒരു പ്രത്യേക ഭാഗത്തൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലേഷൻ മാർഗങ്ങൾ ഉപയോഗിക്കും, ഉത്തേജന മാർഗങ്ങൾ ഉപയോഗിക്കും, ഉത്തേജിപ്പിക്കുന്ന ആക്ടിവേറ്റ് ചെയ്യുന്ന മാർഗങ്ങൾ ഉപയോഗിക്കും, ഊർജ്ജസ്വലമാക്കുന്ന ട്രീറ്റ്മെൻറ്റുകളായിരിക്കും ചെയ്യുന്നത്. അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ സംവിധാനത്തെ വളരെ കൃത്യതയോടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ ഭാഗത്തേക്കും എത്തിക്കുന്നതിൽ നമ്മുടെ ശരീരത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു നെറ്റ്വർക്ക് സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് അക്യുപങ്ക്ചറിൽ പറയുന്നത്. അപ്പം ആ ഒരു സിസ്റ്റത്തെ ആ ഒരു നെറ്റ്വർക്കിനകത്ത് നിന്നുണ്ടാവും പ്രത്യേക കേന്ദ്രങ്ങളുണ്ടാകും. ആ കേന്ദ്രത്തെയാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റിലൂടെ ഉത്തേജിപ്പിക്കുന്നത്. അപ്പോൾ ശരിയായ ദിശയിൽ നമുക്ക് ആ ഊർജ്ജ സംക്രമണം ശരിയാക്കി
നമ്മുടെ ശരീരത്തിലുണ്ടാകുന്ന രോഗങ്ങളെ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് അക്യുപങ്ക്ചറിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു അടിസ്ഥാനപരമായിട്ട് എനർജി സംവിധാനത്തെ കുറിച്ചിട്ടുള്ള ഒരു തിയറി എന്ന് പറയുന്നത്. പിന്നീട് അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബാലൻസിനെ കുറിച്ച് നമ്മൾ പറയുന്ന സമയത്ത് രണ്ട് വ്യത്യസ്ത രീതിയിലുള്ള എനർജി സിസ്റ്റമാണ് നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത്. നമ്മൾ എല്ലാ കാര്യത്തെക്കുറിച്ചിട്ടും പൊതുവായിട്ട് പറയുന്ന ഒരു കോൺസെപ്റ്റ് എന്ന് പറയുന്നത് നന്മയും തിന്മയും ഒരു സ്ഥലത്ത് നിലനിൽക്കും അല്ലേ? പൊതുവെ നമ്മൾ നന്മയെ കുറിച്ചിട്ട് പറയും. അതേപോലെ തന്നെ ചില ആളുകൾ എന്ത് ചെയ്യും, ആക്റ്റീവായിട്ട് നിലനിൽക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ചില ആളുകൾ ഇനാക്റ്റീവായിട്ട് നിൽക്കുന്ന, അതായത് ചില ആളുകൾ എന്ത് ചെയ്യും, മടിയന്മാരായിട്ട് നിൽക്കും. ചില ആളുകൾ ഊർജ്ജസ്വലതയോടെ പ്രവർത്തിക്കും. ഇതൊക്കെ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ്. അതായത് നമ്മൾ അതിനെ ബേസിക് ആയിട്ട് എന്താ പറയുക, ഒരു പോസിറ്റീവും നെഗറ്റീവും പരസ്പരം ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കോൺസെപ്റ്റ് ആയിട്ടാണ് പറയാം. ഇപ്പോൾ നമ്മൾ നന്മയെ കുറിച്ചിട്ട് പറയണമെങ്കിൽ യഥാർത്ഥത്തിൽ എന്ത് വേണം, അവിടെ തിന്മ എന്ന് പറയുന്ന ഒരു സംവിധാനം അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ്, ഒരു കാഴ്ചപ്പാട് അവിടെ നിലനിൽക്കണം. തത്വശാസ്ത്രപരമായിട്ട് നമുക്കത് അവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോഴാണ് അതിൽ നിന്ന് വേർതിരിച്ചിട്ട് നമുക്ക് നന്മയെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇതേ പ്രകാരം ഭൂമിയിൽ എന്തുണ്ട്, രണ്ട് വ്യത്യസ്ത ഊർജങ്ങളുടെ പൊതുവായിട്ടുള്ള ഒരു സഞ്ചാരം നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഉപഭോഗം നടക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള എനർജികൾ കൂടിച്ചേരുകയും ആ എനർജികൾ വളരെ കൃത്യതയോടെ നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുകയും ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും. നമ്മളിപ്പോൾ രാവിലെ എണീറ്റ ഉടനെ നമ്മൾ ഭക്ഷണം കഴിക്കും. അതിനുശേഷം നമ്മുടെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കും. ദഹന വ്യവസ്ഥ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതിനുശേഷം നമുക്ക് ഊർജ്ജസ്വലമായിട്ടുള്ളൊരു ഒരു അവസ്ഥ പൊതുവായിട്ടുണ്ടാകും. അതിനുശേഷം നമുക്ക് യൂറിനേഷൻ സംഭവിക്കും. നമുക്ക് അങ്ങനെ നമ്മുടെ ഡേ ലൈഫിൽ നടക്കുന്ന, ദൈനംദിന ജീവിതത്തിൽ നടക്കുന്ന എല്ലാ പ്രവൃത്തികളിലും എന്തുണ്ടാകും, ഈ ഒരു രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജികളുടെ കൂടിച്ചേരൽ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അല്ലേ? നമ്മൾ നന്നായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കും. നന്നായിട്ട് ഓടിയ ഒരാളുടെ ശരീരത്തിൽ എന്തുണ്ടാകും, വിയർക്കുന്ന അവസ്ഥ ഉണ്ടാകും. ശരീരമൊക്കെ തണുത്തിരിക്കും കുറച്ച് സമയം. അപ്പം ഇത് പരസ്പരം ഒരു എനർജി മറ്റൊരു എനർജിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ തന്നെ സംവിധാനിച്ചിട്ടുണ്ട്. നമ്മുടെ ശരീരം കൂടുതലായിട്ട് ചൂട് ഫീൽ ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ സ്വാഭാവികമായിട്ടുള്ള അവസ്ഥയെ അടിസ്ഥാനമാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു അതിനെ ഹാർമണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. പൊതുവായിട്ട് അതിനെ ഏറ്റവും നല്ല ഒരു നോർമലായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അതിന് എതിരായിട്ടുള്ള എനർജി സപ്പോർട്ട് ചെയ്യും. അപ്പം അത് യൂണിവേഴ്സലി നിലനിൽക്കുന്നതാണ്. നമുക്കിപ്പോൾ പ്രകൃതിയിൽ നോക്കിക്കഴിഞ്ഞാൽ രാത്രിയാവുന്നുണ്ട്, പകലാവുന്നുണ്ട്, ഇവിടെ ചൂടുണ്ട്, തണുപ്പുണ്ട്. ഇങ്ങനെ എല്ലാ എനർജികളും ഇവിടെ സംഗമിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്, വ്യത്യസ്ത ഗുണങ്ങളുള്ള വ്യത്യസ്ത രീതികളിലുള്ള എനർജി സിസ്റ്റം പരസ്പര ബന്ധിതമായിട്ട് പ്രവർത്തിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ആ ഒരു കാഴ്ചപ്പാടിനെ കുറിച്ചിട്ട് പൊതുവായിട്ട് അക്യുപങ്ക്ചറിൻ്റെ ഒരു ടേം അനുസരിച്ചിട്ട് പൊതുവെ പറയുക യിൻ യാങ് എന്ന് പറയുന്ന ഒരു തിയറിയെ അടിസ്ഥാനമാക്കിയിട്ടാണ് ആ കാഴ്ചപ്പാടിനെ കുറിച്ച് പറയുക. അപ്പം അതിൻ്റെ ആകത്തുക എന്താണ്, നമ്മുടെ ശരീരം ഊർജ്ജസ്വലമായിട്ട് നിലനിൽക്കണമെങ്കിൽ രണ്ട് ഓപ്പോസിറ്റ് ധ്രുവങ്ങളിലുള്ള എനർജികൾ പരസ്പരം സഹകരിക്കുകയും സംഗമിക്കുകയും അവ ബാലൻസ്ഡ് ആയിട്ട് നിലനിൽക്കുകയും വേണം. അപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ ഒരു സന്തുലിതമായിട്ടുള്ള ആരോഗ്യപൂർണ്ണമായിട്ടുള്ള ഒരവസ്ഥയുണ്ടാവുക. അപ്പോൾ ഈ രണ്ട് ഊർജ്ജ സംവിധാനങ്ങൾ അല്ലെങ്കിൽ ഊർജ്ജ സ്രോതസ്സുകളിൽ ഏതെങ്കിലും തരത്തിലുള്ള വ്യതിയാനങ്ങൾ ഒന്ന് കൂടുകയോ ഒന്ന് കുറയുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് രോഗാവസ്ഥയായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇപ്പോൾ നമുക്കറിയാമല്ലോ, ഇപ്പോൾ നമ്മളിപ്പോൾ നല്ല ചൂടുള്ള സമയത്ത് നമ്മൾ എന്താ ചെയ്യുക, നമ്മളിപ്പോൾ ഒന്നുകിൽ AC ഓൺ ചെയ്യും അല്ലെങ്കിൽ ഫാന് പ്രവർത്തിപ്പിക്കും. അപ്പോൾ നമ്മളുടെ ശരീരം ഒരു കൂൾ ആയിട്ടുള്ള അവസ്ഥയിലേക്ക്, ആ ചൂടൊക്കെ മാറിയിട്ട് തണുത്തൊരു സാഹചര്യത്തിലേക്ക് വരും. അവിടെ എന്താ സംഭവിക്കുന്നത്, അവിടെ കൂടുതലായിട്ടുള്ള എനർജിയെ നമ്മൾ ശരീരത്തിൽ മറ്റൊരു ഏഹ് ഘടകത്തെ ഉപയോഗിച്ചിട്ട് നമ്മൾ നന്നായിട്ട് അതിനെ കുറക്കുന്നു. അതായത് ചൂടിനെ നമ്മൾ ഒഴിവാക്കിയിട്ട് തണുപ്പിക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത് അല്ലേ? അപ്പം അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരം ഒരു ബാലൻസ് സ്റ്റേറ്റിലേക്ക് വരും. അപ്പോൾ ഇങ്ങനെ ഒരു ഇംബാലൻസ് സ്റ്റേറ്റ് ഉണ്ടാവാൻ കാരണം എന്താണ്? യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. അല്ലെങ്കിൽ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങളിൽ നിന്ന് നമ്മുടെ ശരീരത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരവസ്ഥയായിരിക്കാം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു പ്രശ്നത്തെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ചികിത്സയിലൂടെ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ലളിതമായിട്ടുള്ള പരിഹാര മാർഗങ്ങളിലൂടെ സ്വാഭാവികമായിട്ട് അതിനെ ശരിയാക്കിയെടുക്കുന്നു.
അതാണ് യഥാർത്ഥത്തിൽ യിൻ യാങ് എന്ന് പറയുന്ന തിയറിയുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആശയം. ഈ 2 ഓപ്പോസിറ്റ് ആയിട്ടുള്ള എനർജികൾ നമ്മുടെ ശരീരത്തിൽ വളരെ കൃത്യതയോടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് നമ്മുടെ ദഹനവും വിസർജന വ്യവസ്ഥയും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ തരം ആക്ടിവിറ്റികളും നല്ല രീതിയിൽ നല്ല അവസ്ഥയിൽ നടക്കുന്നത്. അതിലേതെങ്കിലും തരത്തിൽ കുറവ് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് ജനറൽ ആയിട്ടുള്ള നമ്മുടെ ആരോഗ്യത്തെ തന്നെയാണ് നേരിട്ട് ബാധിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഓപ്പോസിറ്റ് ആയിട്ടുള്ള 2 ഊർജ്ജ സ്രോതസ്സുകൾ പരസ്പരം ബന്ധപ്പെടുന്നതിൻ്റെ ഒരു കോൺസെപ്റ്റ് എന്ന് ചോദിച്ചാല്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശരീരത്തെ ഹാർമണൈസ് ചെയ്തിട്ട് നിലനിർത്തുന്ന ഈ പരസ്പരം എതിരായിട്ടുള്ള 2 വസ്തുക്കൾ കൂടിച്ചേരുമ്പോൾ യഥാർത്ഥത്തില് നമുക്കെന്ത് സംഭവിക്കും? നമ്മുടെ ഒരു ഇക്വിലിബ്രിയം എന്ന് പറയും. അതായത് ഒരു സന്തുലിതമായിട്ടുള്ള ഒരവസ്ഥയായിരിക്കും ശരീരത്തിൽ നിലനിൽക്കുക. ഒന്ന് കൂടുകയോ മറ്റൊന്ന് കുറയുകയോ ചെയ്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അത് നമ്മുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കും. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള സമയത്ത് എന്താ ചെയ്യുക? നമ്മൾ കൂടുതൽ വെള്ളം കുടിക്കും. അതിൻ്റെ കാരണം എന്താണ്? നമുക്ക് നമ്മുടെ ശരീരത്തെ ഹൈഡ്രേറ്റഡ് ആയിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ നിർജ്ജലീകരണത്തെ തടയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമുക്ക് ആവശ്യമായിട്ട് കൂടുതൽ വെള്ളം നമ്മൾ ഇത്തരം ചൂടുള്ള സാഹചര്യങ്ങളിൽ കൊടുക്കുന്നത്. എന്നാൽ തണുപ്പ് കാലത്ത് പൊതുവായിട്ട് നമ്മൾ എന്ത് ചെയ്യും? പൊതുവെ നമ്മൾ തണുപ്പ് കാലത്ത് വെള്ളത്തിൻ്റെ അളവ് കുറവായിരിക്കും. അതിൻ്റെ കാരണം എന്താണ്? ഭൂമിയിൽ, പ്രകൃതിയിൽ ആ ഒരു സമയത്ത് നിലനിൽക്കുന്നത് കുറച്ച് തണുപ്പാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരവും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിലും തണുപ്പും ഒരു കൂളിംഗ് എഫക്റ്റ് ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും? അതിൻ്റേതായ ഒരു ഗുണങ്ങൾ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതിനനുസരിച്ചിട്ട് ഇതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കണം. ഇങ്ങനെ ക്രമീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ഈ ഏത് തരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സിലാണോ മാറ്റങ്ങൾ വരുന്നത്, അതിനെ അനുസരിച്ചിട്ട് നമ്മളെപ്പോഴും നമ്മുടെ ശരീരത്തെ ക്രമീകരിക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. പിന്നീട് ഒന്ന് മറ്റൊന്നിനോട് ചേർന്നിട്ടായിരിക്കും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടനയും സംവിധാനവും നിലനിൽക്കുന്നത്. ഇപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ നന്നായിട്ട് നമുക്ക് വിശപ്പില്ലെങ്കിൽ ദഹന വ്യവസ്ഥയെ ബാധിക്കും എന്ന് മാത്രമല്ല നമുക്ക് മലവിസർജനത്തെയും അത് ബാധിക്കും. അപ്പോൾ അത് ഒന്ന് മറ്റൊന്നിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് എപ്പോഴും നമ്മൾ ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നമായിട്ട് മാറുന്നത്. പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടില്ലേ? ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗമൊക്കെ ഡെവലപ്പ് ചെയ്യുന്നതിൻ്റെ ഒരു രോഗത്തിൽ നിന്ന് മറ്റൊരു രോഗം ഉണ്ടാകുന്നതിൻ്റെയൊക്കെ ഒരു കാരണമെന്ന് പറയുന്നത് ഈ ഒരു ഇൻ്റർഡിപ്പെൻഡൻസ് അതായത് പരസ്പരം ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ അവയവങ്ങളും പ്രവർത്തിക്കുന്നത്. അപ്പോൾ ആ ഏതെങ്കിലും ഒരു അവയവം മറ്റൊരു അവയവത്തെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലോ, ഒരു അവയവം മറ്റൊരു അവയവം മറ്റൊരു തെറ്റായ രീതിയിൽ പ്രവർത്തിക്കുന്നതിനെ തടയുന്നുണ്ടെങ്കിലൊക്കെ ആ ഒരു ഹാർമണി ഒരു അവയവം മറ്റൊരു അവയവത്തെ പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ടാവും. ആ ഏതെങ്കിലും തരത്തിലുള്ള അവയവത്തിൽ വരുന്ന പ്രശ്നം തീർച്ചയായിട്ടും അത് മറ്റൊരു അവയവത്തെയോ നമ്മുടെ ശരീരത്തിൻ്റെ സംവിധാനത്തെയോ ഒക്കെ ബാധിക്കും. അതുകൊണ്ടാണ് നമ്മൾ സാധാരണഗതിയിൽ പെട്ടെന്ന് അസുഖങ്ങൾ വരുന്ന സമയത്തൊക്കെ അതിനെ പെട്ടെന്ന് ചികിത്സിക്കണമെന്ന് പറയുന്നത്. ചികിത്സിച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ആ ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നമായിട്ട് മാറും. ഒരു രോഗം മറ്റൊരു രോഗാവസ്ഥയായിട്ട് മാറും. അപ്പോൾ ഇതാണ് പരസ്പരം ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ശരീരം നിലനിൽക്കുന്നത് എന്നുള്ളതിൻ്റെ പൊതുവായിട്ടുള്ളൊരു തത്വം. ആ ഒരു അടിസ്ഥാനത്തിൽ തന്നെ നമ്മുടെ ശരീരം ഏതെങ്കിലും തരത്തിൽ കുറവ് കാണിക്കുന്നുണ്ടെങ്കിൽ, ആ കാണിക്കുന്ന കുറവുകളെ നമ്മൾ പെട്ടെന്ന് പരിഹരിക്കും. അല്ലേ? സാധാരണഗതിയിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കുറയുന്ന വസ്തുക്കളെക്കുറിച്ച് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറയുന്ന ഘടകങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും സാധാരണ ബ്ലഡൊക്കെ പൊതുവായിട്ട് കുറയും. അല്ലേ? ബ്ലഡൊക്കെ കുറയുന്ന സമയത്ത് നമ്മളെന്ത് ചെയ്യും? നല്ല ഭക്ഷണങ്ങളൊക്കെ കഴിച്ചിട്ട് ആ ഒരു അവസ്ഥയെ നമ്മൾ പരിഹരിക്കും. പക്ഷേ പലപ്പോഴും നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളായിരിക്കും പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാക്കുന്നത്? ഈ ബ്ലഡിൻ്റെ കുറവുണ്ടാക്കുന്നത്. പക്ഷെ നമ്മളതിനെ തിരിച്ചറിയാതെ വീണ്ടും കൂടുതൽ ആഹാരങ്ങൾ കഴിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ആവശ്യമാകുന്ന തരത്തിൽ ഉണ്ടാവില്ല. രക്തം കൂടുന്ന അവസ്ഥ പൊതുവായിട്ടുണ്ടാവില്ല. നമ്മുടെ മനുഷ്യൻ്റെ ഇന്നത്തെ ഒരു ജീവിത സാഹചര്യമൊക്കെ നോക്കുന്ന സമയത്ത് അവൻ കഴിക്കുന്ന ഭക്ഷണത്തിൽ തന്നെ അവന് ആവശ്യമുള്ള എല്ലാ ഘടകങ്ങളും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഭക്ഷണ രീതികളൊക്കെയാണ് പൊതുവായിട്ട് ഇന്ന് ആധുനിക കാലത്തൊക്കെ മനുഷ്യൻ ഫോളോ ചെയ്യുന്നത്. ഒരിക്കലും എന്തുകൊണ്ടല്ല മനുഷ്യന് ഈ ബ്ലഡിൻ്റെ കുറവ് ഒക്കെ സംഭവിക്കുന്നത്? ഒരു ഭക്ഷണത്തിൻ്റെ അഭാവം കൊണ്ടല്ല, ഭക്ഷണങ്ങൾ കഴിക്കുന്നതിൻ്റെ കുറവ് കൊണ്ടല്ല യഥാർത്ഥത്തിൽ രോഗങ്ങൾ ഉണ്ടാവുന്നത്. മറിച്ച് നമ്മുടെ ദഹന വ്യവസ്ഥയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൊണ്ടാണ് പലപ്പോഴും രോഗങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഈ തരത്തിലുള്ള
ബ്ലഡുമായി ബന്ധപ്പെട്ട കുറവ് അല്ലെങ്കിൽ ഏതെങ്കിലും ഘടകങ്ങളുടെ കുറവൊക്കെ ഉണ്ടാവുന്നത്. അപ്പോൾ ഇത് ഒരു യഥാർത്ഥത്തിൽ ഒരു ഇന്റർ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ പരസ്പരം ആശ്രയിച്ചിട്ടാണ് ഓരോ വ്യവസ്ഥകളും ഓരോ സംവിധാനങ്ങളും നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ ഏതെങ്കിലും ഒരു അവയവത്തെ ബാധിക്കുന്ന പ്രശ്നം മറ്റൊരു അവയവത്തിൽ ഉണ്ടാകുന്ന അത് ഉൽപ്പാദിപ്പിക്കുന്ന എനർജിയിലൊക്കെ കുറവുണ്ടാക്കും. അങ്ങനെ കുറവുണ്ടാക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു കുറവിനെ പുറമേ നിന്ന് പരിഹരിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും പലപ്പോഴും അതിനെ പൂർണ്ണമായിട്ട് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കില്ല. കാരണം നമ്മുടെ ഊർജ്ജ സംവിധാനത്തിലായിരിക്കും പലപ്പോഴും ഈ പരസ്പരം ആശ്രയിച്ചിട്ടുള്ള അവയവങ്ങൾ തമ്മിൽ ഉണ്ടാകുന്ന ഒരു പ്രശ്നം കാരണം ബലഹീനതകളൊക്കെ സംഭവിക്കുന്നത്. ഇത് പ്രധാനമായിട്ട് നമുക്കിപ്പോൾ പ്രമേഹ രോഗികളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥ നേരിട്ട് തന്നെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. സാധാരണഗതിയിൽ പ്രമേഹ രോഗികളിൽ ഒരുപാട് രോഗാവസ്ഥകളായിരിക്കും ഒരേ സമയത്ത് ഉണ്ടാവുക. അല്ലേ? ജനറലി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു രോഗമല്ല പ്രമേഹ രോഗികളിൽ ഉണ്ടാവുക. ഒരു കൂട്ടം രോഗങ്ങളായിരിക്കും ഉണ്ടാവുക. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? അടിസ്ഥാനപരമായിട്ട് ഒരു രോഗാവസ്ഥ ഉണ്ടായിട്ട് ആ രോഗാവസ്ഥ കാരണം നമ്മൾ വീണ്ടും ഭക്ഷണം കഴിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള ഊർജ്ജ സന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ആ വ്യതിയാനങ്ങളായിരിക്കും മറ്റ് അവയവങ്ങളെയോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ മറ്റു സംവിധാനങ്ങളെയോ ഒക്കെ ബാധിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ട് പലപ്പോഴും ഇത്തരം പരസ്പര ആശ്രയിച്ച് പ്രവർത്തിക്കുന്ന അവയവങ്ങളുടെ അല്ലെങ്കിൽ സിസ്റ്റങ്ങളുടെ പ്രത്യേക ഉൽപാദന വ്യവസ്ഥയുടെയൊക്കെ പലപ്പോഴും പല രീതിയിലുള്ള രോഗാവസ്ഥകളൊക്കെ ആയിട്ട് നമുക്ക് ഇത്തരം രോഗങ്ങളെയൊക്കെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ ഇവ പരസ്പരം ആശ്രയിച്ചിട്ട് നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ശരീരത്തിൽ എപ്പോഴും ഒരു ചൂടുണ്ടാവാതെ തണുപ്പുണ്ടാവാതെ ഇതിനെ പരസ്പരം ബാലൻസ് ചെയ്തിട്ട് നിലനിർത്തുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഒരു പൊതുവായിട്ടുള്ള നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ്? വെള്ളമാണ്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഈ ഈ ദ്രവങ്ങളുടെ കൂടെ തന്നെ ഒരുപാട് ശരീരത്തിൽ മറ്റു ഘടകങ്ങളുണ്ട്. പലപ്പോഴും നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്ന സമയത്ത് ആ ചൂടിനെ തണുപ്പിക്കുന്ന തരത്തിലായിരിക്കും നമുക്ക് സ്വെറ്റിംഗ് ഉണ്ടാവുക. അല്ലേ? വിയർത്ത് പോകും. നമ്മൾ നന്നായിട്ടൊക്കെ അധ്വാനിച്ചു കഴിഞ്ഞാൽ വിയർക്കുന്നതിൻ്റെ കാരണം എന്താണ്? നമ്മുടെ ശരീരം നന്നായിട്ട് ചൂടാകുന്ന സമയത്ത് ആ ചൂടിനെ ശരീരം തന്നെ ഹാർമണൈസ് ചെയ്യുന്ന ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് ഒന്നിൻ്റെ ഒരു ഏതെങ്കിലും ഒരു വസ്തു, ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ കൂടിക്കഴിഞ്ഞാൽ പലപ്പോഴും നമ്മളെ സ്വാഭാവികമായിട്ട് തന്നെ ശരീരം അതിനെ കുറക്കുന്ന സംവിധാനത്തിലേക്ക് പോകും. സാധാരണ നമ്മൾ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? കുറച്ച് സമയം നമ്മൾ റെസ്റ്റ് എടുക്കും അല്ലേ? അതിൻ്റെ ആദ്യഘട്ടത്തിലൊക്കെ. അപ്പോൾ ആദ്യഘട്ടത്തിലൊക്കെ ഈ റെസ്റ്റ് എടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നമ്മൾ ആക്റ്റീവ് ആകുന്ന സമയത്ത് കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുകയും ഇത് നമ്മുടെ ശരീരത്തിൽ വീണ്ടും ടെമ്പറേച്ചർ കൂട്ടാനുള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം റെസ്റ്റ് എടുത്താൽ തന്നെ ഈ ടെമ്പറേച്ചർ താരതമ്യേന കുറയും. ചില ഘട്ടങ്ങളിൽ അങ്ങനെ കുറയുന്നില്ലെങ്കിലാണ് നമ്മൾ പുറമേ നിന്നുള്ള മറ്റു മാർഗ്ഗങ്ങൾ ഉപയോഗിച്ചിട്ട് ഈ ഒരു പനി പോലുള്ള ചൂട് കൂടുന്ന അവസ്ഥയെ നമ്മൾ പരിഹരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാകും? ഒരു സിസ്റ്റം ഉണ്ടാകും. ഒരു സംവിധാനം നിലനിൽക്കുന്നുണ്ടാകും. ഏതെങ്കിലും തരത്തിൽ ഒന്ന് കൂടിക്കഴിഞ്ഞാൽ മറ്റൊന്നിനെ ബാധിക്കാതെ അതിനെ പരസ്പരം ബാലൻസ് ചെയ്തിട്ട് നിർത്താനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പം അതിലെന്തെങ്കിലും പ്രശ്നങ്ങൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് അത് പിന്നീട് രോഗങ്ങളായിട്ട് മാറുമ്പോൾ അതിനെയാണ് നമ്മൾ ചികിത്സിക്കുന്നത്. ഈ മ്യൂച്വൽ കൺസെപ്ഷൻ എന്ന് പറയുന്ന ഒരാശയം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഇവ പരസ്പരം ബന്ധപ്പെട്ട് നിലനിൽക്കുന്നതിൻ്റെ കൂടെ തന്നെ പലപ്പോഴും നമുക്കിപ്പോൾ ചൂട് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ ഫ്ലൂയിഡിറ്റി കുറയുന്നൊരവസ്ഥയുണ്ടാകും. നമ്മുടെ ശരീരത്തിൽ ടെമ്പറേച്ചറൊക്കെ കൂടിക്കഴിഞ്ഞാൽ കൂടുതൽ ഹൈഡ്രേഷൻ നിലനിൽക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ശരീരത്തിൽ നിർജ്ജലീകരണം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കൂടുതൽ എന്ത് ചെയ്യും? ഫ്ലൂയിഡ്സ് നമ്മുടെ ശരീരത്തിലേക്ക് നൽകുന്ന പൊതുവായിട്ടുള്ള രീതിയാണ് നമ്മളെപ്പോഴും പിന്തുടരുന്നത്. അതേപോലെ തന്നെയാണ് നമ്മൾ പല കേസുകളിലും നമ്മുടെ ശരീരത്തിൻ്റെ ഒരു വ്യവസ്ഥയെക്കുറിച്ച് മനസ്സിലാക്കുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും? നമുക്കറിയാം ഒരു രോഗം വരുന്ന സമയത്ത് ആ രോഗം മറ്റൊരു അവയവത്തെ ബാധിക്കുന്നു. ആ ആ അവയവത്തെ ബാധിച്ചതിന് ശേഷം പലപ്പോഴും ആ അവയവവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ പലപ്പോഴും എന്താവും? തീരെ നടക്കാത്ത അവയവവുമായി ബന്ധപ്പെട്ട ഒരു പ്രവർത്തനം സ്തംഭിക്കുന്ന അവസ്ഥയൊക്കെ പൊതുവായിട്ട് കാണപ്പെടും. അങ്ങനെ വരുന്ന സമയത്ത് പലപ്പോഴും അത്തരം സാഹചര്യങ്ങളിലൊക്കെ നമ്മുടെ ഊർജ്ജ സംവിധാനത്തെ ഏഹ്, മറ്റ് അവയവങ്ങളെല്ലാം ചേർന്നിട്ട് അല്ലെങ്കിൽ ഈ അവയവത്തെ സപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു അവയവം എന്ത് ചെയ്യും? ആ നിലവിലുള്ള സാഹചര്യത്തെ പരിഹരിക്കും.
അങ്ങനെ ആ ഒരു സാഹചര്യത്തെ പരിഹരിക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ വീണ്ടും ഒരു ഹാർമണൈസ്ഡ് ആയിട്ടുള്ള, ബാലൻസ്ഡ് ആയിട്ടുള്ള അവസ്ഥ തിരിച്ചു വരുന്നത്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളെയും ശരിയാക്കാനുള്ള ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിൽ തന്നെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ആ സിസ്റ്റത്തെ ബാധിക്കുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് പലപ്പോഴും പുറമേ നിന്ന് വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഫാക്ടേഴ്സ് ആയിരിക്കാം. കൂടുതലായിട്ടും നമ്മുടെ ശരീരത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന ഘടകങ്ങളിൽ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് നമ്മൾ നോക്കിയാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എപ്പോഴും നമ്മളെ രോഗങ്ങൾ വരുന്ന ആളുകളെ കുറിച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ പ്രധാനമായിട്ട് എന്തായിരിക്കും അതിൻ്റെ കോസസ്, അതിൻ്റെ കാരണങ്ങളെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് അടിസ്ഥാനപരമായിട്ട് നമുക്കറിയാം, കാലാവസ്ഥയിൽ വ്യതിയാനം വരുമ്പോഴായിരിക്കും കൂടുതൽ ആളുകൾക്കും രോഗങ്ങൾ വരുന്നത് അല്ലേ? സാധാരണ ഒരു ക്ലൈമറ്റ് മാറുമ്പോൾ നമുക്ക് വൈറൽ ഡിസീസുകൾ നിരന്തരമായിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സാധാരണഗതിയിൽ നമ്മുടെ ഈ ശരീരവും നമ്മുടെ ക്ലൈമറ്റും തമ്മിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ബാലൻസ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെങ്കിൽ അവിടെ അതൊരു രോഗമായിട്ടായിരിക്കും ശരീരത്തെ ബാധിക്കുന്നത്. ഇങ്ങനെ രോഗമായിട്ട് ശരീരത്തെ ബാധിക്കുമ്പോൾ ആ അങ്ങനെ ബാധിക്കാതിരിക്കാൻ യഥാർത്ഥത്തിൽ ശരീരം എന്ത് ചെയ്യണം? ഈ ക്ലൈമറ്റിന് അനുകൂലമായിട്ട് നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തണം. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്താന് നമ്മൾക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? പ്രകൃതിയിലുള്ളത് പോലെ തന്നെയുള്ള ഘടകങ്ങളുടെ സാന്നിധ്യം നമ്മുടെ ശരീരത്തിലും നിലനിൽക്കുന്നുണ്ടാവും. യഥാർത്ഥത്തിൽ ഇത് നിലനിൽക്കുന്നത് നമ്മൾ സാധാരണ പറയുമല്ലോ, നമ്മുടെ ഭൂമിയിൽ കാണുന്ന അതേ ഘടകങ്ങളുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിലുണ്ടെന്നും നമ്മൾ സാധാരണ പറയും. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? വാട്ടർ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ ഇപ്പോൾ പ്രകൃതിയിൽ മരങ്ങൾ എന്താണോ ചെയ്യുന്നത്, മരങ്ങൾ ചെയ്യുന്ന പ്രവർത്തനം എന്താണ്? ഡിറ്റോക്സിഫിക്കേഷൻ ആണ് പ്രകൃതിയിൽ ചെയ്യുന്ന പ്രവർത്തനം. അതിന് സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം എവിടെയുണ്ട്? നമ്മുടെ ശരീരത്തിലും നടക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഭൂമിയിൽ സൂര്യൻ എന്താ ചെയ്യുന്നത്? ഭൂമിയെ ൻ്റെ താപനിലയെ കൂട്ടുകയും അതിനെ മെയിൻറ്റെയിൻ ചെയ്യുകയും ചെയ്യുന്ന ഒന്നാണ് എപ്പോഴും നമ്മുടെ ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എനർജിയെ നൽകുന്നത് നമ്മുടെ സണ്ണാണ്, സൂര്യനാണ്. അപ്പോൾ അതിന് സമാനമായിട്ടുള്ള ഒരു സിസ്റ്റം നമ്മുടെ ശരീരത്തിലും നിലനിൽക്കുന്നുണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിലുള്ള ഭൂമി. ഭൂമി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു വിത്തിട്ട് കഴിഞ്ഞാൽ ഭൂമിയിൽ നിന്ന് അത് മുളച്ചു വരും. അതിന് സമാനമായിട്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും? അതിന് സമാനമായിട്ടുള്ള ഒരു സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ടാകും. അതേപോലെ തന്നെ ഈ പ്രകൃതിയിൽ നമ്മുടെ ഭൂമിയിലൊക്കെ ലോഹങ്ങൾ നിർവഹിക്കുന്നത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ശരീരത്തിൻ്റെ ഭൂമിയുടെ ഒരു ബാലൻസിനെയാണ് യഥാർത്ഥത്തിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. സമാനമായിട്ട് ഈ മെറ്റൽ എന്താണോ ഈ ഭൂമിയിൽ നിർവഹിക്കുന്നത് അതിന് അനുസൃതമായിട്ട്, അതിന് സിമിലർ ആയിട്ടുള്ള ഒരു പ്രവർത്തനം, സമാനമായിട്ടുള്ള ഒരു പ്രവർത്തനം നമ്മുടെ ശരീരത്തിൽ നിർവഹിക്കുന്നുണ്ടാവും? അവയവങ്ങളോ അല്ലെങ്കിൽ നമ്മൾ സാധാരണ ഇപ്പോൾ അനാറ്റമിക്കലി മോഡേൺ സിസ്റ്റത്തിലേക്കൊക്കെ കണക്ട് ചെയ്യുമ്പോൾ, ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിനെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട സിസ്റ്റംസ് ആയിട്ടാണ് പറയുക അല്ലേ? ദഹന വ്യവസ്ഥ, അതേപോലെ തന്നെ മൂത്ര വിസർജന വ്യവസ്ഥ, അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള നമുക്ക് റീപ്രൊഡക്റ്റീവ് സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, ഇങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള സിസ്റ്റംസ് ഉണ്ട്. ഈ സിസ്റ്റവുമായി ബന്ധപ്പെട്ടായിരിക്കും സാധാരണഗതിയിൽ എന്തുണ്ടാവുക? നമ്മുടെ ശരീരത്തിലും ഈ ഒരു രീതിയിലുള്ള പ്രകൃതിയിൽ കാണുന്ന ഊർജ സംവിധാനങ്ങളുടെ, ഊർജ സ്രോതസ്സുകളുടെ അതേ പ്രവർത്തനം നമ്മുടെ ശരീരത്തിലുണ്ടാവുക. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരവും ഭൂമിയും തമ്മിൽ ഈ ഈ ഘടകങ്ങളുടെ ഒരു സമന്വയം നമുക്ക് രണ്ട് സ്ഥലത്തും കാണാൻ പറ്റും. സിമിലാരിറ്റി കാണാൻ പറ്റും, സമാനതകൾ കാണാൻ പറ്റും. ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾക്ക് അനുസരിച്ച് ശരീരത്തെ അത് ബാധിക്കാതിരിക്കാനും, അതേപോലെ തന്നെ ചില ഘട്ടങ്ങളിലൊക്കെ ഭൂമിയിലുള്ള ഊർജ സ്രോതസ്സുകളിൽ നിന്നുള്ള ഊർജ സംവിധാനം നമ്മുടെ ശരീരത്തെ നേരിട്ട് ചില ഘട്ടങ്ങളിലൊക്കെ ഉപയോഗപ്പെടുത്താനും പാകത്തിലായിരിക്കും ഈ ഒരു സിസ്റ്റം നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ടാവും? ഈ 5 എലമെന്റുകളുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ കാണാം. ഈ എലമെന്റുകളുടെ സ്വാധീനമാണ് പലപ്പോഴും നമ്മുടെ ശരീരത്തെ ഏറ്റവും നല്ല അവസ്ഥയിൽ നിലനിർത്തുന്നത്. അതേപോലെ തന്നെ ഈ കാലാവസ്ഥയിലൊക്കെ വ്യതിയാനങ്ങൾ വരുന്ന സമയത്ത് അതിനെതിരായിട്ടുള്ള ഒരു പ്രതിരോധ സംവിധാനമൊക്കെ വളരെ കൃത്യതയോടെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഏതെങ്കിലും തരത്തിൽ നമുക്ക് രോഗങ്ങൾ വരാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലുള്ള ഈ 5 എലമെന്റ്സുമായി ബന്ധപ്പെട്ട 5 മൂലകങ്ങളുമായി ബന്ധപ്പെട്ട അവയവങ്ങളുടെ പ്രവർത്തനം മൂലം അല്ലെങ്കിൽ ഊർജ സ്രോതസ്സുകളുടെ പ്രവർത്തനം മൂലം എന്ത് സംഭവിക്കും? അതിനെതിരായിട്ടുള്ള പ്രതിരോധവും അതിനെതിരായിട്ടുള്ള പ്രവർത്തനമൊക്കെ നമ്മുടെ ശരീരത്തിൽ നടക്കും.
അപ്പോൾ നമുക്ക് രോഗങ്ങളെ നമ്മുടെ ശരീരത്തെ ബാധിക്കാതെ അതിനെ കൃത്യമായിട്ട് പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിസ്റ്റം നമുക്ക് നമ്മുടെ ശരീരത്തിൽ തന്നെ കാണാം. അപ്പോൾ അതാണ് എലമെൻസുമായി ബന്ധപ്പെട്ട് ഉള്ള ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത്. ഇതിൽ തന്നെ പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത രീതിയിലുള്ള ഊർജ്ജ സംവിധാന വ്യവസ്ഥകളുണ്ടെങ്കിലും അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള 5 എലമെൻറ്റുകളുടെ ഊർജ്ജ സ്രോതസ്സുകളിലുള്ള ഒരു സംവിധാനത്തിൻ്റെ ക്രമം എന്ന് പറയുന്നത് ഒരു എലമെൻറ്റ് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഇത് പരസ്പരം ആശ്രയിച്ചിട്ടാണ് ഇവിടെ നിലനിൽക്കുന്നത്. ഒന്ന് മറ്റൊന്നിനെ സഹായിക്കുകയും സപ്പോർട്ട് ചെയ്യുകയും മറ്റൊന്നിനെ പ്രതിരോധിക്കുകയൊക്കെ ചെയ്യുന്ന രീതിയിലായിരിക്കും. ഒന്ന് കൂടാതിരിക്കാൻ മറ്റൊന്ന് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാകും. ഒന്നിനെ കൃത്യമായിട്ട് മറ്റൊന്ന് മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നുണ്ടാവും. ഈ രീതിയിലായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള 5 എലമെൻറ്റുകളുടെ പ്രവർത്തനം നടക്കുന്നത്. അപ്പോൾ ആ എലമെൻറ്റുകൾ നമ്മുടെ ശരീരത്തിൽ എന്താ ചെയ്യുന്നത്? നമ്മുടെ ഊർജ്ജ സംവിധാനത്തെ ഏറ്റവും നല്ല ഒരു സുസ്ഥിരമായിട്ടുള്ള അവസ്ഥയിലേക്ക് കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ ഏതെങ്കിലും പുറമേ നിന്നുള്ള രോഗങ്ങൾ വരുന്നുണ്ടെങ്കിലും രോഗാവസ്ഥകൾക്ക് സാഹചര്യങ്ങൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അതിനെതിരായിട്ടുള്ള പ്രതിരോധവും ഒരു പ്രൊട്ടക്ഷനൊക്കെ നിർവഹിക്കുന്നത് ഈ 5 മൂലകങ്ങളുടെ സാന്നിധ്യമാണ്. അല്ലെങ്കിൽ ഈ 5 മൂലകങ്ങളുടെ കൂട്ടായ്മയാണ് ഇതിനെ പ്രതിരോധിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം അതിന് 2 രീതിയിലുള്ള ഒരു അവസ്ഥകൾ നമ്മൾ സാധാരണ ഈ എലമെൻറ്റുമായി ബന്ധപ്പെട്ട് പറയാറുണ്ട്. ഒന്നാമത്തേത് ഈ ശരീരത്തെ കൃത്യമായിട്ട് പരസ്പരം ബന്ധപ്പെടുത്തിയിട്ട് ഒന്നിനെ സപ്പോർട്ട് ചെയ്യുകയും മറ്റൊന്നിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു വ്യവസ്ഥയായിട്ടാണ് സാധാരണ പറയുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒന്ന് കുറയാതെ മറ്റൊന്ന് തകരാതെ അതായത് കൂടാതെ നിലനിൽക്കുന്ന അതായത് ഒന്ന് കൂടാതെ മറ്റൊന്ന് കുറയാതെ നിലനിർത്തുന്ന ഒരു അവസ്ഥയായിരിക്കും നമ്മുടെ ശരീരത്തിലുള്ള ബാലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ ബാലൻസ് ആണ് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തെ ഏറ്റവും ഊർജ്ജസ്വലമായിട്ടുള്ള ആരോഗ്യപൂർണ്ണമായിട്ടുള്ള അവസ്ഥയിൽ മെയിൻറ്റെയിൻ ചെയ്ത് നിലനിർത്തുന്നത്. ഇപ്പോൾ രോഗങ്ങൾ എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തിലുള്ള വ്യത്യസ്ത ഘടകങ്ങളുടെ ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റക്കുറച്ചിലുകളെയാണ് നമ്മൾ സാധാരണ രോഗങ്ങളെന്ന് പറയുക. നിങ്ങൾ ഏതൊരു രോഗം എടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഒന്നുകിൽ നമുക്ക് ഒരു വീക്ക്നെസ് ആയിരിക്കും, ഒരു കുറവായിരിക്കും, ഒരു ബലഹീനതയായിരിക്കും ഇല്ലേ? നമുക്കിപ്പോൾ മുട്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥ എന്ന് പറയുന്നതിനെ നമുക്കെന്ത് പറയാം? ഒരു ബലഹീനതയായിട്ട് പറയും ഇല്ലേ? എന്നാൽ ചില സമയത്ത് നമ്മുടെ ശരീരത്തിൽ ഒരു നീർക്കെട്ട് വരുന്നു. അത് ഒരു കൂടുന്ന അവസ്ഥയാണ്. ഇനി നമുക്ക് മറ്റൊരു രീതിയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഹൃദയത്തിനകത്ത് ഹാർട്ട് അറ്റാക്ക് എന്ന് പറയുന്ന അവസ്ഥ. അപ്പോൾ അറ്റാക്ക് എന്ന് പറയുമ്പോൾ അതെന്താണ്? അവിടെ ഹൃദയം കൂടുതലായിട്ട് ആക്ടിവേറ്റ് ചെയ്യപ്പെടുന്ന സ്വാഭാവികതയിൽ നിന്ന് കൂടുതൽ ഊർജ്ജസ്വലമായിട്ട് പ്രവർത്തിക്കുന്ന അത് ഒരു സാഹചര്യത്തെയാണ് നമ്മൾ ഹാർട്ട് അറ്റാക്ക്, ഹാർട്ട് അറസ്റ്റ് എന്നൊക്കെ പറയുന്നത്. എന്നാൽ അവിടെ മറ്റൊരു അവസ്ഥയിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ പറയും സാധാരണ ഒരു കിഡ്നി രോഗികളെ കുറിച്ചിട്ട് നമ്മളെന്താ പറയുക? കിഡ്നി ഫെയിലിയർ എന്നാണ് പറയുക. കിഡ്നിയിലൊരു ബലഹീനത സംഭവിക്കുന്നു. കിഡ്നിയിൽ കൃത്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല. കിഡ്നി സപ്പോർട്ട് ചെയ്യേണ്ട പ്രവർത്തനങ്ങളൊന്നും ശരീരത്തിൽ നടക്കുന്നില്ല. അതേപോലെ തന്നെ നമ്മൾ മറ്റൊരു രോഗം നോക്കിക്കഴിഞ്ഞാൽ എന്ത് പറയും? നമുക്ക് പ്രഷർ കൂടുന്ന അവസ്ഥ, ഹൈപ്പർ ടെൻഷൻ എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാവും. ഇതെന്താണ്? കൂടുന്ന അവസ്ഥയാണ്. എന്നാൽ ചില സമയത്ത് നമ്മൾ പറയും ഡിസിനെസ് എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടാകും. അല്ലെങ്കിൽ പ്രഷർ താഴ്ന്നു പോകുന്ന അവസ്ഥ ഉണ്ടാകും. ഒന്നുകിൽ ഒരു ഒരു ഏതെങ്കിലും ഘടകങ്ങളോ ഏതെങ്കിലും പ്രവർത്തനങ്ങളോ നമ്മുടെ ശരീരത്തിൽ കൂടുന്നതായിരിക്കും രോഗങ്ങൾ. അതല്ലെങ്കിലോ ഏതെങ്കിലും ഘടകങ്ങളോ ഏതെങ്കിലും ഒരു പ്രവർത്തനമോ നമ്മുടെ ശരീരത്തിൽ കുറയുന്നതായിരിക്കും രോഗങ്ങളായിട്ട് വരുന്നത്. ഈ 2 കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരിക്കും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ വരിക. ഒന്നുകിൽ ഏതെങ്കിലും ഒരു സാഹചര്യം, ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഘടകം നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് വരുന്നു. അതല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു? ഒരു ഘടകം കുറയുന്നു. അതല്ലെങ്കിൽ ഒരു പ്രവർത്തനം നിലക്കുന്നു. ഇതാണ് രോഗങ്ങൾ എന്ന് പറയുന്നത്. ഈ 2 കാര്യങ്ങൾ മാത്രമായിരിക്കും സാധാരണ രോഗങ്ങളായിട്ട് നമ്മൾ പറയുക. അപ്പോൾ ചില സമയത്ത് നമുക്കറിയാം ഒരു ഇപ്പോൾ ഏതൊരു കാര്യത്തിനകത്തും എന്തുണ്ടാകും? ഒന്നിൻ്റെ കുറവും മറ്റൊന്നിൻ്റെ കൂടുതലും കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. പൊതുവേ നമുക്കറിയാം ഇപ്പോൾ ഹാർട്ട് അറസ്റ്റ് എന്ന് പറയുന്ന അവസ്ഥയെക്കുറിച്ചിട്ട് നമ്മളിപ്പോൾ ഒരു ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ കാണുമ്പോൾ സ്വാഭാവികമായിട്ട് അതിനെക്കുറിച്ചിട്ട് എന്താണ് പൊതുവായിട്ട് പറയുക? അത് ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഒരു ബലഹീനത കാരണം ഉണ്ടായ അറ്റാക്കാണെന്ന് പറയും. അല്ലേ? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ ഒരു ബലഹീനത അവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ്
ഈ കൂടുതലായിട്ട് ഉണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ, ഒരു അവസ്ഥക്കുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് അവിടെ മാറുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് ഒന്ന് കുറയുമ്പോൾ മറ്റൊന്ന് സ്വാഭാവികമായിട്ടും കൂടുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് എന്തായിരിക്കാം? അത് സ്വാഭാവികമായിട്ട് ഏഹ്, ഏത് അത് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ബാലൻസ്, നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള 2 ഘടകങ്ങളുടെ യിൻ യാങ് എന്ന് പറയുന്ന ഒരു തിയറി അടിസ്ഥാനമാക്കിയിട്ട് നമ്മൾ പറഞ്ഞിട്ടുള്ള 2 ഘടകങ്ങളുടെ ഈ പരസ്പര ബന്ധിതമായിട്ടുള്ള നിലനിൽപ്പിനെ അല്ലെങ്കിൽ സന്തുലിതമായിട്ടുള്ള അവസ്ഥയാണ് അത് ബാധിക്കുന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ പറയാം. സാധാരണ പ്രമേഹ രോഗികളിൽ ചില വസ്തുക്കൾ കൂടും, അല്ലേ? യൂറിനേഷൻ കൂടും, വിശപ്പ് കൂടും. അതേപോലെ തന്നെ ഏം, ചില സമയത്ത് പല സിംപ്റ്റംസും കൂടുന്ന അവസ്ഥയുണ്ടാകും. എന്നാൽ അവരെ ശരീരത്തിൽ കുറയുന്ന സാഹചര്യങ്ങൾ കുറേ ഉണ്ടാകും, ല്ലേ? ചില വസ്തുക്കൾ കുറയും. അവർക്ക് ശരീരത്തിന് ക്ഷീണം സംഭവിക്കും. അവരുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഘടകങ്ങൾ, ഫ്ലൂയിഡ്സ് ഒക്കെ ശരീരത്തിൽ കുറയും. ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ അവിടെ ഒരേ സമയത്ത് നമുക്ക് കാണാം. ഒന്ന് കൂടുമ്പോൾ മറ്റൊന്ന് കുറയുന്നതാണ് സാധാരണഗതിയിൽ രോഗങ്ങളെന്ന് പറയുന്നത്. നേരത്തെ നമ്മളെന്താ പറഞ്ഞത്? ഒന്നുകിൽ കൂടുന്നതിനെയാണ് നമ്മൾ രോഗങ്ങളെന്ന് പറയാ, അല്ലെങ്കിൽ കുറയുന്നതിനെയാണ് രോഗങ്ങളെന്ന് പറയാ. എന്നാൽ ഒരേ സ്ഥലത്ത് തന്നെ 2 കാര്യങ്ങളും സംഭവിക്കുന്നുണ്ടാകും. ഒരേ സമയത്ത് തന്നെ എന്തുണ്ടാവും? ഒരു പ്രത്യേക വസ്തു കുറയുന്നുണ്ടാകും, അല്ലെങ്കിൽ ഒരു പ്രത്യേക പ്രവർത്തനം കുറയുന്നുണ്ടാകും. അതുകൊണ്ടായിരിക്കും ചില പ്രത്യേക അവസ്ഥകൾ കൂടുകയോ അല്ലെങ്കിൽ ചില പ്രത്യേക ഘടകങ്ങൾ കൂടുകയോ ചെയ്യുന്നത്. അതിൻ്റെ രണ്ടിൻ്റെയും ഒരു പ്രശ്നമെന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ശരീരം എന്ന് പറയുന്നത് വളരെ ഹാർമണൈസ്ഡ് ആയിട്ടുള്ള, വളരെ നല്ല രീതിയിൽ ഒരു ബാലൻസ്ഡ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയിലാണ് നമ്മുടെ ശരീരത്തെ സൃഷ്ടിച്ചിട്ടുള്ളത്. അപ്പം അതിന് വ്യതിയാനം വരുമ്പോൾ അതൊരു ഡിസീസായിട്ട് മാറും. മറ്റൊരു എക്സാമ്പിൾ പറഞ്ഞാൽ, നമ്മൾ സാധാരണ പറയുമല്ലോ, ഈ കിഡ്നി രോഗികളെ കുറിച്ചിട്ടൊക്കെ പറയുന്ന സമയത്ത് നമ്മളെന്താ പറയാ? കിഡ്നി രോഗികളെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് കിഡ്നി ഫെയിലിയർ ആണെന്നാണ് പറയാ, അല്ലേ? കിഡ്നി ഫെയിലിയർ ആണ്. അപ്പോ ഈ വൃക്കരോഗങ്ങളിലൊക്കെ കിഡ്നി ഫെയിലിയർ എന്നുള്ള ഒരു ടേം നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവരുടെ ശരീരത്തിൽ എന്താ സംഭവിക്കുന്നത്? അവരുടെ ശരീരത്തില് ഈ കിഡ്നിയുടെ പ്രവർത്തനം നിലക്കുന്നതോടെ ഒരുപാട് ഘടകങ്ങളൊക്കെ കൂടുന്ന അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ക്രിയാറ്റിനിൻ ലെവൽ കൂടും. അവരുടെ ശരീരത്തിൽ നീര് വരുന്ന അവസ്ഥയുണ്ടാകും. അവർക്ക് ക്ഷീണം വരുന്ന അവസ്ഥയുണ്ടാകും. അല്ലേ? ക്ഷീണമെന്ന് പറയുന്നത് ഒരു ബലഹീനതയാണ്. എന്നാൽ ഈ നമുക്ക് ശരിയായ യൂറിനേഷൻ ഉണ്ടാവില്ല. അതൊരു ബലഹീനതയാണ്. അതൊരു കുറവാണ്. എന്നാൽ അവരുടെ ശരീരത്തിൽ എന്ത് കൂടുന്നുണ്ടാകും? നീര് കൂടുന്നുണ്ടാവും, ല്ലേ? സ്വെല്ലിംഗ് ഒക്കെ ഉണ്ടാവും, എഡിമ ഉണ്ടാകും. അതേപോലെ തന്നെ ക്രിയാറ്റിൻ, ബ്ലഡ് ലെവലിൽ ഒരുപാട് ഘടകങ്ങൾ കൂടും. അപ്പോൾ ഒന്ന് കുറയുമ്പോൾ, ഒരു പ്രവർത്തനം കുറയുമ്പോൾ മറ്റൊരു ഘടകമോ അല്ലെങ്കിൽ ഒരു പ്രവർത്തനമോ കൂടുന്ന സാഹചര്യമായിരിക്കും എല്ലാ സ്ഥലത്തും നമുക്ക് പൊതുവായിട്ട് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുക. ഇതാണ് നമ്മൾ പറയുന്ന ഒരു ബാലൻസ് സിസ്റ്റം എന്ന് പറയുന്നത്. തീർച്ചയായും ഏതൊരു കാര്യത്തിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാലും നമ്മുടെ ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹെൽത്ത് ഹെൽത്ത് എന്ന് പറയുന്നത് ഒരു ബാലൻസ് സ്റ്റേറ്റ് ആണ്. ഒരു സന്തുലിതമായിട്ടുള്ള അവസ്ഥയാണ്. അതിനെ അസന്തുലിതമാക്കുന്നത് പുറമേ നിന്നുള്ള ഏതെങ്കിലും ഘടകങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള പ്രവർത്തനത്തിൽ വരുന്ന ബലഹീനതയായിരിക്കും ഇതിൻ്റെയൊക്കെ പ്രധാനപ്പെട്ട കാരണമായിട്ട് വരുന്നത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ചികിത്സയിലേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ എന്തുണ്ടാവും? നോർമലായിട്ട് നമ്മളതിനെ മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രത്യേക സാഹചര്യത്തെ ശരിയാക്കുന്ന ചികിത്സയായിരിക്കും നമ്മൾ ചെയ്യുന്നത്. നമ്മളെന്താ ചെയ്യാ? ആ ബാലൻസ് സ്റ്റേറ്റിനെ ശരിയാക്കിയെടുക്കും. ഏതാണോ കൂടുതലായിട്ടുള്ളത്, ഇല്ലേ? ഇപ്പോൾ നമ്മൾ കിഡ്നി ഫെയിലിയറുള്ള രോഗികളൊക്കെ ഏത് ട്രീറ്റ്മെൻറ്റിലാണെങ്കിലും എന്തായിരിക്കും ചെയ്യുന്നത്? നീര് കുറയാനുള്ള മരുന്നുകൾ കൊടുക്കും, അല്ലേ? ക്രിയാറ്റിനിൻ ബാലൻസ് ചെയ്യാനുള്ള മരുന്നുകൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കും. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ കിഡ്നിയുടെ പ്രവർത്തനത്തെ മെച്ചപ്പെടുത്താനുള്ള ചികിത്സ ചെയ്യും. അപ്പോൾ ഈ കുറയുന്നതിനെ ഏഹ് കൂടുതലാക്കുകയും, അതായത് ഒരു അവയവം ഒക്കെ ബലഹീനമാകുമ്പോൾ ആ അവയവത്തെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? കുറച്ച് പിക്കപ്പ് ചെയ്യേണ്ടി വരും. ഇനി അതല്ല, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അവസ്ഥ കൂടുന്നുണ്ടെങ്കിൽ ആ അവസ്ഥയെ നമ്മൾ കുറയ്ക്കേണ്ടി വരും. അതാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിൽ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മൾ ചികിത്സ ചെയ്യുമ്പോൾ എന്തുകൊണ്ട് അത് എഫക്റ്റീവ് ആകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മൾ അക്യുപങ്ക്ചർ പോയിന്റുകളിൽ ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അത് എന്തുകൊണ്ട് എഫക്റ്റീവ് ആകുന്നു എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഒരു പ്രകൃതിയുടെ ഒരു ക്രമത്തിനകത്ത് ഈ പുറമേ നിന്ന് നമ്മുടെ ശരീരത്തിൽ, ഇപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു തിയറിയിൽ തന്നെ പറഞ്ഞു, നമ്മുടെ ശരീരത്തിൽ പുറമേ കാണുന്ന എല്ലാ ഘടകങ്ങളും നമ്മുടെ ശരീരത്തിലും നിലനിൽക്കുന്നുണ്ട്. അതാണ് ഈ 5 എലമെന്റ്സുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ പറഞ്ഞത്. പുറമേയുള്ള എല്ലാ ഘടകങ്ങളും എവിടെ ഉണ്ടാവും? അതിന് അനുബന്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളോ
അതിനോട് ആനുപാതികമായിട്ടുള്ള ഏതെങ്കിലും ഘടകങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഊർജമായിട്ടോ ഊർജ സംവിധാനമായിട്ടോ ഒക്കെ നിലനിൽക്കുന്നുണ്ടാകും. അപ്പം അത് രണ്ടും പരസ്പരം കോർഡിനേറ്റർ ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഒന്ന് നമ്മുടെ ശരീരത്തിനകത്ത്, ഒന്ന് ശരീരത്തിന് പുറത്ത്. ഈ അകത്തും പുറത്തുമുള്ള രണ്ട് വ്യത്യസ്ത രീതികളിലുള്ള എനർജി സിസ്റ്റം നമ്മുടെ ശരീരത്തെ തീർച്ചയായിട്ടും നല്ല ഒരു ഹെൽത്തി ആയിട്ടുള്ള അവസ്ഥയിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യും. നമ്മൾ സാധാരണ പറയുമല്ലോ, നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ആവാസ വ്യവസ്ഥയെക്കുറിച്ചൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ? വ്യത്യസ്ത രീതികളിൽ വ്യത്യസ്ത ആഹ്, തിയറികളൊക്കെ വെച്ചിട്ട് ഈ ആവാസ വ്യവസ്ഥയുടെ പല കാഴ്ചപ്പാടുകളും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഭൂമിയിൽ കാണുന്ന ആവാസ വ്യവസ്ഥയെക്കുറിച്ചിട്ട് യഥാർത്ഥത്തിൽ നമ്മുടെ നിലനിൽപ്പുമായി ബന്ധപ്പെട്ട്, ഒരു മനുഷ്യന്റെ നിലനിൽപ്പുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മൾ മനസ്സിലാക്കുന്നത് എന്താണ്? ഈ മനുഷ്യന്റെ ശരീരത്തിനകത്ത് ഒരുപാട് വ്യത്യസ്ത ഊർജ്ജ സ്രോതസ്സുകളുണ്ട്, വ്യത്യസ്ത ഊർജ്ജ ഘടകങ്ങളുണ്ട്. അതേപോലെ തന്നെയാണ് പുറമെ എന്തുണ്ട്? ഒരുപാട് ഊർജ്ജ സ്രോതസ്സുകളും ഊർജ്ജ ഘടകങ്ങളുമുണ്ട്. ഇവ രണ്ടും തമ്മിൽ എന്ത് ചെയ്യണം? ഇവ തമ്മിലുള്ളൊരു സമന്വയം നടക്കണം. ഇവ തമ്മിലുള്ളൊരു കൂടിച്ചേരൽ നടക്കണം. അങ്ങനെ കൂടിച്ചേരുമ്പോഴാണ് നമ്മുടെ ശരീരം ഹെൽത്തി ആയിട്ട് നിലനിൽക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള അതേ വിഷയത്തിലേക്ക് പോകുമ്പോൾ, നമുക്ക് ഒരു കാലാവസ്ഥയിൽ ഒരു മഴക്കാർ മൂടുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലുള്ള ആളുകൾക്കൊക്കെ പലപ്പോഴും എന്ത് ചെയ്യും? ഒരു നീരിറക്കം വന്ന്, അല്ലെങ്കിൽ ജലദോഷം വരുന്ന, അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഹൈ ആവുന്ന, ല്ലേ? സ്നീസിങ് വരുന്ന, തുമ്മൽ വരുന്ന അവസ്ഥയൊക്കെ ഉണ്ടാവുന്നത് എന്തുകൊണ്ടാ? കാലാവസ്ഥക്ക് അനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തെ കൃത്യമായിട്ട് ഇവ തമ്മിൽ കണക്ട് ചെയ്യപ്പെടുന്ന ഘടകങ്ങൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല. അപ്പം അതുകൊണ്ട് സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിൽ എന്ത് സംഭവിക്കും? ഒരു ഊർജ്ജ അസന്തുലിതാവസ്ഥ സംഭവിക്കും. അങ്ങനെ അസന്തുലിതാവസ്ഥ സംഭവിക്കുമ്പോൾ അതിനെ രോഗങ്ങളായിട്ട് കാണും. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള കാര്യവും ഇതും തമ്മിൽ ബന്ധപ്പെടുത്തി നോക്കൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രകൃതിയിൽ നടക്കുന്ന മാറ്റങ്ങൾക്കനുസരിച്ചിട്ട് നമ്മുടെ ശരീരത്തിൽ പലപ്പോഴും തെറ്റായ രീതിയിലുള്ള, നമ്മുടെ ശരീരത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ, ഈ രണ്ട് മാറ്റങ്ങളെയും നമുക്ക് ബാലൻസ്ഡ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രകൃതിയിൽ ഒരിക്കലും നമുക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല. നമുക്ക് ആകെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നത് എന്താണ്? നമ്മുടെ ശരീരത്തെയാണ്. അപ്പോൾ ഈ ശരീരത്തിലുള്ള ഘടകങ്ങളിലുള്ള ഈ അമിതമായിട്ടുള്ള അവസ്ഥ, കൂടുന്ന അവസ്ഥയെ നമ്മൾ കുറക്കും, കുറഞ്ഞ അവസ്ഥയെ നമ്മൾ കൂട്ടും. അപ്പോൾ ഹാർമണൈസ് ചെയ്യുന്ന ഒരവസ്ഥ, സന്തുലിതമാക്കി നിലനിർത്തുന്ന അവസ്ഥയുണ്ടാകുമ്പോൾ ഈ പ്രകൃതിയും നമ്മുടെ ശരീരവും തമ്മിൽ സന്തുലിതമായിട്ട് പ്രവർത്തിക്കും. അപ്പം അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് ആ രോഗത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? പ്രതിരോധിക്കാനോ, അല്ലെങ്കിൽ ആ ഒരു പ്രശ്നം കാരണം നമ്മുടെ ശരീരത്തിൽ സംഭവിച്ചിട്ടുള്ള മാറ്റങ്ങളെ വളരെ കൃത്യമായിട്ട് നമുക്ക് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും സാധിക്കും. ഇതാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചറിൽ ചെയ്യുന്ന ചികിത്സ എന്ന് പറയുന്നത്. അപ്പോൾ ആ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ശരീരത്തിലുള്ള ഊർജ്ജ സ്രോതസ്സുകളുടെ ഭാഗങ്ങളിൽ വരുന്ന കേന്ദ്രങ്ങളെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് യഥാർത്ഥത്തിൽ അക്യുപങ്ക്ചർ പോയിന്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ സാധാരണ നേരത്തെ പറഞ്ഞിട്ടുള്ള ഘടകങ്ങളുമായി ബന്ധപ്പെടുത്തിയിട്ട് നമ്മളിപ്പോൾ ഒരു മോഡേൺ കൾച്ചറിലേക്കൊക്കെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓരോ ആളുകൾക്കും വ്യത്യസ്ത രീതിയിലുള്ള കാഴ്ചപ്പാടുകളും ഇഷ്ടങ്ങളും, ല്ലേ? ചില കാര്യങ്ങളോട് പ്രത്യേക താല്പര്യമൊക്കെ കാണാം. എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ഓരോ മനുഷ്യരും വ്യത്യസ്തരാണ്. ഓരോ മനുഷ്യനും പ്രത്യേക നീഡുകളുണ്ടാകും. ഓരോ മനുഷ്യനെയും സ്വാധീനിക്കുന്നത് വ്യത്യസ്ത ഘടകങ്ങളാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഈ പ്രകൃതിയിൽ ഉള്ള ചില ഘടകങ്ങൾ, ഏത് ഘടകങ്ങളാണോ ഈ ഒരു വസ്തുവിൽ, അല്ലെങ്കിൽ ഒരു മനുഷ്യന്റെ ശരീരത്തിൽ ഏഹ് കൂടുതലായിട്ടോ അല്ലെങ്കിൽ കുറവായിട്ടോ നിലനിൽക്കുന്നത്, അവ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഘടകത്തെ അട്രാക്റ്റ് ചെയ്യും. അതുകൊണ്ടാണ് ചില വസ്തുക്കളോട്, ല്ലേ, നമ്മൾ ചില സമയത്ത് ചില ഭക്ഷണങ്ങളോട് താല്പര്യം തോന്നും, ചില കളറുകളോട് താല്പര്യം തോന്നും, ചില എൻവയറമെൻറ്റിനോട്, അതായത് ചില കാലാവസ്ഥകളോട് നമുക്ക് താല്പര്യം തോന്നും. ഇതിൻ്റെയൊക്കെ റീസൺ ഇതാണ്. നമ്മുടെ ശരീരത്തിൽ ആ പ്രത്യേക ഘടകങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസന്തുലിതമായിട്ടുള്ള അവസ്ഥയിൽ നിലനിൽക്കുമ്പോഴായിരിക്കും കൂടുതലും അത്തരം ഒരു സാഹചര്യങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാവുക. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടില്ല, നമ്മുടെ ശരീരത്തിലും ഭൂമിയിലും ഒക്കെയുള്ള ഈ 5 പ്രധാനപ്പെട്ട ഘടകങ്ങളുടെ സ്വാധീനം നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നു എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. അത് ഇന്റർ കണക്റ്റഡ് ആയിട്ടാണ് നിലനിൽക്കുന്നത്, അഥവാ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്തിട്ടാണ് നിലനിൽക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. പിന്നീട് നമ്മളിപ്പോൾ നേരത്തെ ഞാൻ കണക്ട് ചെയ്തതുപോലെ തന്നെ നമുക്കിപ്പോൾ ചില സമയത്ത് നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ പാൽപിറ്റേഷൻ ഉണ്ടാകും. ഈ പാൽപിറ്റേഷൻ എന്ന് പറയുമ്പോൾ അതിൻ്റെ മലയാളത്തിൽ പറയുകയാണെങ്കിൽ ഹൃദയം നെഞ്ചെടുപ്പ് കൂടുന്ന അവസ്ഥ, അല്ലേ? ഹൃദയമിടിപ്പ് കൂടുന്ന അവസ്ഥ ഉണ്ടാകുന്നത്
നമുക്ക് പല കാരണങ്ങൾ കൊണ്ടുണ്ടാവും. വെറുതെ ഹൃദയമിടിപ്പ് കൂടുന്ന ആളുകളെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതൊരു രോഗാവസ്ഥയായിട്ട് നമ്മൾ ജനറലായിട്ട് കാണും. അതേപോലെ തന്നെ നമുക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാല് ഈ നെഞ്ചിടിപ്പ് കൂടുന്ന അവസ്ഥയുണ്ടാകും. നമുക്ക് നമ്മുടെ മാനസിക തലങ്ങളെ സ്വാധീനിക്കുന്ന ഏതെങ്കിലും വികാരങ്ങൾ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? അത് നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്ത് കഴിഞ്ഞാല് നെഞ്ചിടിപ്പ് കൂടും. അപ്പോ ഈ നെഞ്ചിടിപ്പ് കൂടുന്നതിന്റെ അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് എന്താണ്? ഒരു അവയവത്തെ ഒരു അവയവത്തിന്റെ ബലഹീനതയോ പ്രവർത്തനക്ഷമതയോ ആണ് യഥാർത്ഥത്തിൽ അവിടെ സംഭവിക്കുന്നത്. അതായത് ആ ഒരു പ്രവർത്തനത്തെ ബാധിക്കുന്ന അവയവത്തിന്റെ പ്രവർത്തനത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നമായിട്ടാണ് എന്തുണ്ടാവുക? നമുക്ക് ഹൃദയമിടിപ്പൊക്കെ കൂടുക. പ്രധാനമായിട്ട് ഹൃദയത്തിന്റെയൊക്കെ. അപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്തുകൊണ്ടായിരിക്കും നമ്മളിപ്പോൾ ഒരു ടെൻഷൻ അടിക്കുന്ന സമയത്ത് നമുക്ക് അതേ കാര്യം തന്നെ സംഭവിക്കുന്നത്? അതേ കാര്യം സംഭവിക്കുന്നത് നമ്മുടെ അവയവങ്ങളും നമ്മുടെ വൈകാരിക തലങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധം നിലനിൽക്കുന്നുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു കാലാവസ്ഥയിൽ നമുക്ക് ഏഹ്, നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ വരുന്നത് പോലെ തന്നെ നമ്മുടെ വൈകാരിക തലങ്ങളിൽ വരുന്ന മാറ്റങ്ങളും യഥാർത്ഥത്തിൽ എവിടെ സ്വാധീനിക്കും? നമ്മുടെ അവയവങ്ങളുടെ അല്ലെങ്കിൽ അവയവങ്ങളുടെ കൂട്ടായ പ്രവർത്തനത്തെയൊക്കെ തെറ്റായ രീതിയിൽ ബാധിക്കും. ഇപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഒരാളെ രാത്രി കാലത്ത് നമ്മൾ ബാക്കിൽ നിന്ന് പേടിപ്പിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അയാള് യൂറിൻ പാസ് ചെയ്യും സ്വാഭാവികമായിട്ട്. ഇതിന്റെ കാരണം എന്താണ്? അത് ആ ഒരു ഫിയർ അയാളുടെ പ്രത്യേക അവയവത്തെ സ്വാധീനിക്കുന്നു. അത് കാരണം അയാളുടെ ആ ഒരു മൂത്രത്തെ ഹോൾഡ് ചെയ്ത് വെക്കുന്ന അവസ്ഥ ഇല്ലാതാവുന്നു. അതോടെ യൂറിൻ പാസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവും. ഇല്ലേ? ഇന്നത്തെ കുട്ടികളിലൊക്കെ കുറേ കുട്ടികളിൽ നമ്മൾ ചെറിയ മക്കളിലൊക്കെ കാണുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണല്ലോ. സാധാരണ പാരന്റ്സ് ഒക്കെ കംപ്ലയിന്റ് ചെയ്യുന്ന ഒരു പ്രശ്നമാണ് ബെഡ് വെറ്റിംഗ്. വിരിപ്പിൽ മൂത്രമൊഴിക്കുന്നു. ഒരു 10 വയസ്സ് കഴിഞ്ഞിട്ടും വിരിപ്പിൽ മൂത്രമൊഴിക്കുന്ന കുട്ടികളാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഏരിയ ഏതായിരിക്കും? അവർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കേണ്ട ഏരിയ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവരുടെ അകത്തുള്ള ഫിയറിനെ അഥവാ പേടിയെ മാറ്റാനുള്ള ചികിത്സയാണ് കൊടുക്കേണ്ടത്. ആ പേടിയായിരിക്കും പലപ്പോഴും ഈ അവയവത്തിന്റെ ഒരു ഏഹ്, ശരിയായ അവസ്ഥയെ ഏഹ്, നിലനിർത്താതെ ഒരു തെറ്റായ അവസ്ഥയിലേക്ക് കൊണ്ടുപോകുന്നത്. അതിലൂടെയാണ് ഈ ബെഡ് വെറ്റിംഗ് ഒക്കെ സംഭവിക്കുന്നത്. അപ്പം നമ്മുടെ ശരീരത്തെ ബാധിക്കുന്ന ഒട്ടുമിക്ക പ്രശ്നങ്ങളിലും വൈകാരിക തലങ്ങളുടെ ഒരു കടന്നുകയറ്റം അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്വാധീനം നമുക്ക് കാണാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് ടെൻഷൻ അടിക്കുന്ന സമയത്ത് നിങ്ങൾ ഭക്ഷണം കഴിച്ചു നോക്കൂ. നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ദഹന പ്രശ്നങ്ങളുണ്ടാകും. അതിൻ്റെ അടിസ്ഥാന കാരണം എന്താ? സ്ട്രെസ്ഡ് ആയിട്ട് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അത് ദഹന വ്യവസ്ഥയെ, നമ്മുടെ ആമാശയത്തെ, അതേപോലെ തന്നെ കുടലുകളെ, അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിലെ പ്ലീഹ പോലുള്ള നമ്മുടെ ദഹന വ്യവസ്ഥയെ ശരിയാക്കുന്ന അവയവങ്ങളെയൊക്കെ അത് തെറ്റായ രീതിയിൽ ബാധിക്കുന്നതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഒരു ഇമോഷണൽ സ്റ്റേറ്റ് ഉണ്ടാകുന്ന സമയത്ത് ആ ഒരു പ്രത്യേക സാഹചര്യം അല്ലെങ്കിൽ രോഗാവസ്ഥ ഉണ്ടാകുന്നത്. നേരത്തെ ഞാൻ സീസണുകളെ കുറിച്ച് പറഞ്ഞിരുന്നു. ഒരു സീസണിൽ ഉണ്ടാകുന്ന ഒരു കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന ഒരു മാറ്റം മഴക്കാലത്ത് ഉണ്ടാകുന്ന അതേ മൂഡും അതേ ശാരീരിക ക്ഷമതയും ആവില്ല നമുക്ക് വേനൽക്കാലത്ത് ഉണ്ടാവുക. അത് രണ്ടും രണ്ട് രീതിയിലായിരിക്കും. മഴക്കാലത്ത് വരുന്ന അതേ രോഗങ്ങളാവില്ല ഒരിക്കലും വേനൽക്കാലത്ത് സംഭവിക്കുക. അതിന്റെ കാരണം എന്താണ്? നമ്മുടെ ശരീരവും ഈ ക്ലൈമറ്റും അല്ലെങ്കിൽ ഈ സീസണുകളും തമ്മിൽ പരസ്പരം ബന്ധപ്പെട്ട് ഒരു സമന്വയം അനിവാര്യമാണ്. ആ ഒരു സമന്വയം ഇല്ലെങ്കിൽ, ആ ഒരു സന്തുലിതമായിട്ടുള്ള അവസ്ഥയില്ലെങ്കിലാണ് രോഗങ്ങളായിട്ട് അവ മാറുന്നത്. അപ്പോൾ 2 കാര്യങ്ങളാണ്. ഇപ്പോൾ ഒന്ന് നമ്മുടെ ഇമോഷൻസ്, അതായത് നമ്മുടെ വൈകാരിക തലങ്ങള്, വികാരങ്ങള്, ഇപ്പോൾ പേടിക്കുന്ന നമ്മൾ നന്നായിട്ട് സ്ട്രെസ്സുള്ള ആളുകളാണല്ലേ. ഏറ്റവും കൂടുതൽ ഇന്ന് ആധുനിക കാലത്ത് സമൂഹത്തെ ദോഷകരമായിട്ട് ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് മാനസിക സംഘർഷങ്ങൾ ല്ലേ. നമുക്ക് സന്തോഷമില്ല, സമാധാനമില്ല, എപ്പോഴും ഉത്കണ്ഠയാണ്, ആകുലതയാണ്. ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ സ്വാഭാവികമായിട്ട് മനുഷ്യന്റെ ഓരോ അവയവത്തെയും അതിന്റെ പ്രവർത്തന തലത്തെ ബാധിക്കുകയും ആ അവയവത്തെ ന്റെ പ്രവർത്തനം നിലക്കുന്ന സാഹചര്യം വരെ ഉണ്ടാവും. അപ്പോ സാധാരണ കൂടുതൽ ആളുകൾക്കുള്ള എന്താണ്? കോൺസ്റ്റിപ്പേഷൻ ആണ് ല്ലേ? എപ്പോഴും മലബന്ധമാണ്, എപ്പോഴും മോഷൻ കറക്റ്റ് അല്ല. അതിന്റെ പ്രശ്നം പലപ്പോഴും വൈകാരിക തലങ്ങളായിരിക്കും. എപ്പോഴും ഈ ഹൈപ്പർ ടെൻഷൻ അല്ലെങ്കിൽ ബിപി കൂടുന്ന ആളുകൾക്കൊക്കെ, അതേപോലെ തന്നെ മൈഗ്രെയിൻ ഹെഡേക്ക് ഉള്ള ആളുകളോടൊക്കെ നമ്മൾ ചോദിക്കുമ്പോൾ അവരുടെ വൈകാരിക തലം അത്ര മെച്ചപ്പെട്ട അവസ്ഥയിലാവില്ല. എപ്പോഴും അതിൽ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളാണ് അവരുടെ ഈ നിലവിലുള്ള ഒരു രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ നമ്മുടെ അവയവവും നമ്മുടെ വൈകാരിക തലങ്ങളും തമ്മിൽ അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. ആ ബന്ധം നമ്മൾ മനസ്സിലാക്കിയിട്ട് അതിനനുബന്ധമായിട്ട് നമ്മൾ ചികിത്സിക്കുമ്പോൾ ആ
ഇമോഷൻസിനെയും നമുക്ക് അതായത് ആ വൈകാരിക തലത്തെയും നമുക്ക് ചികിത്സിക്കാം. അതിൻ്റെ കൂടെ തന്നെ അവയവങ്ങളുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അക്യുപങ്ക്ചറിൽ നമ്മൾ സാധാരണ നോർമലി ചെയ്യുന്ന ട്രീറ്റ്മെന്റിൽ അത്തരം കാര്യങ്ങൾ ഉൾക്കൊണ്ടിട്ടാണ് ചികിത്സിക്കുന്നത്. പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു ഘടന പ്രകാരവും അതേപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ്ജ സംവിധാനം അനുസരിച്ചിട്ടും നമ്മുടെ ശരീരത്തിൽ ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ഘടകങ്ങൾ നിലനിൽക്കുന്നുണ്ടെന്ന് നമുക്കറിയാം. നമ്മുടെ ശരീരം നോക്കിക്കഴിഞ്ഞാൽ എന്തുണ്ട്? ശരീരത്തിനകത്ത് നമ്മുടെ എല്ലുകളുണ്ട്, മാംസമുണ്ട്, അതിനകത്ത് ദ്രവങ്ങളുണ്ട്. നമ്മുടെ ശരീരത്തെ വ്യത്യസ്ത രീതിയിലുള്ള കോശങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. ഇതൊക്കെ നമുക്കറിയാം. സ്ട്രക്ചറലി നോക്കിക്കഴിഞ്ഞാൽ, ആ രൂപത്തെ നോക്കിക്കഴിഞ്ഞാൽ. അതേപോലെ തന്നെ അകത്തേക്ക് പോകുമ്പോൾ നമ്മുടെ ശരീരത്തിൽ വ്യത്യസ്ത അവയവങ്ങളുണ്ട്. എന്നാൽ നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? നമ്മൾ മനസ്സെന്ന് പറയുന്ന ഒരു തലം നിലനിൽക്കുന്നുണ്ട്. ആത്മാവെന്ന് പറയുന്ന മറ്റൊരു തലം നിലനിൽക്കുന്നുണ്ട്. അല്ലേ? അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള നമ്മുടെ ചിന്താഗതികൾ എന്ന് പറയുന്ന മറ്റൊരു തലം നിലനിൽക്കുന്നുണ്ട്. ല്ലേ? നമ്മുടെ കോൺഷ്യസ്‌നെസ് എന്നൊക്കെ പറയില്ലേ? നമ്മുടെ മനസ്സും നമ്മുടെ കോൺഷ്യസ്‌നെസ്സും രണ്ടും 2 തലങ്ങളാണ് യഥാർത്ഥത്തില്. അതേപോലെ തന്നെ നമുക്ക് നമ്മുടെ ശരീരത്തെ വ്യത്യസ്ത രീതിയിൽ സ്വാധീനിക്കുന്ന ആത്മീയമായിട്ടുള്ള ഒരുപാട് ഊർജ്ജ സ്രോതസ്സുകളും ഊർജ്ജ സംവിധാനവും നമ്മുടെ ശരീരത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോ അത്തരം കാര്യങ്ങള് നമ്മൾ മനസ്സിലാക്കുമ്പോ നമ്മുടെ ശരീരം എന്ന് പറയുന്നതിനകത്ത് തന്നെ സ്വാഭാവികമായിട്ട് ഈ നമ്മുടെ മൈൻഡ് ഉള്ളതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്തൊരു മനസ്സ് നിലനിൽക്കുന്നത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എന്തുണ്ട്? സോൾ അല്ലെങ്കിൽ നമ്മുടെ സ്പിരിറ്റ് അല്ലെങ്കിൽ ആത്മാവ് നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ പലപ്പോഴും ചില ആളുകളുടെ രോഗങ്ങളൊന്നും നമ്മൾ കുറേ കാലങ്ങൾ ചികിത്സിച്ച് കഴിഞ്ഞാലും ഒരു ഡോക്ടറെ കാണിച്ചാലും ചില രോഗങ്ങളൊന്നും മാറാതെ അതേപോലെ നിലനിൽക്കുന്നുണ്ടാകും. പലപ്പോഴും അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള കാരണങ്ങൾ അന്വേഷിക്കുമ്പോൾ ഈ ആത്മീയ തലങ്ങളിലുള്ള കാരണങ്ങളായിരിക്കും. മാനസിക തലങ്ങളെന്ന് പറഞ്ഞിട്ട് അതിന് നമ്മളെന്ത് ചെയ്യും, ഈ ഈ സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിനെ കാണിച്ചിട്ട് ആ തരത്തിലുള്ള മെഡിസിൻസ് ഒക്കെ കൊടുക്കും. പലപ്പോഴും അത് ഏഹ്, കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും അവരുടെ ശരീരത്തിൽ കൊണ്ടുവരില്ല. അതിന്റെ കാരണം എന്താണ്? ആത്മീയമായിട്ടുള്ള ഘടകങ്ങൾ പോലും നമ്മുടെ ശരീരത്തിൽ രോഗങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. അതായത് ആത്മീയമായിട്ടുള്ള ബ്ലോക്കേജുകൾ എന്ന് പറയും. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഊർജ്ജത്തിന്റെ വ്യത്യസ്ത തലങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ, ആ തലങ്ങൾത്തിനകത്ത് നിന്നിട്ട് നമ്മുടെ ജൈവ ഊർജ്ജമുള്ളത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിലുള്ള ദ്രവ്യങ്ങളുള്ളത് പോലെ തന്നെ രക്തവും അതിനോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഘടകങ്ങളൊക്കെ ഉള്ളത് പോലെ തന്നെ നമ്മുടെ ശരീരത്തിനകത്ത് എന്തുണ്ട്? ഒരു സോൾ പാർട്ട് ഉണ്ട്. അത് നമ്മൾ വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ആ സോളിനെ പലപ്പോഴും രോഗങ്ങൾ ബാധിക്കും. ആത്മീയ കാരണം പാരമ്പര്യമായിട്ടുള്ള ചില രോഗങ്ങളുടെയൊക്കെ അടിസ്ഥാന കാരണം ഇത്തരം സോളുകളെ ബാധിക്കുന്ന പ്രശ്നങ്ങളായിരിക്കാം. അതല്ലെങ്കിൽ ആ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു തെറ്റായ ഇൻഫ്ലുവൻസിൽ നിന്ന് അവരുടെ ആത്മീയ തലത്തിലുണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം എന്ത് സംഭവിക്കാം? രോഗങ്ങൾ സംഭവിക്കാം. അത്തരം രോഗങ്ങൾക്ക് പോലും ഇവിടെ നമുക്ക് പരിഹാരമുണ്ടാക്കി പങ്ക്ചറിൽ വളരെ കൃത്യമായിട്ട് അതിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പോൾ നോർമലി നമ്മൾ ട്രീറ്റ്മെൻറ്റിലേക്ക് അക്യുപങ്ക്ചറിൽ സാധാരണ ട്രീറ്റ്മെൻറ്റ് ലെവലിൽ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ എന്തുണ്ടാകും? നമ്മുടെ ശരീരത്തിൻ്റെ ബോഡിയുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ പരിഹരിക്കുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ നമ്മൾ പരിഹരിക്കും. അതേപോലെ തന്നെ നമ്മുടെ മൈൻഡ് മായി ബന്ധപ്പെട്ട ഇഷ്യൂസിനെ പരിഹരിക്കും. അതിൻ്റെ കൂടെ ആത്മാവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെയും നമ്മൾ സാധാരണ പരിഹരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഹാർമണിയെ റീസ്റ്റോർ ചെയ്യുന്നുണ്ട്. ആ ഒരു സന്തുലിതമായ അവസ്ഥയെ നമ്മൾ തിരിച്ചു കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടാണ് അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ സമയങ്ങൾക്ക് എപ്പോഴും ഒരുപാട് പ്രാധാന്യമുണ്ട്. രാവിലെയുള്ള അതേ അവസ്ഥയിലാവില്ല ഒരു മനുഷ്യൻ്റെ വൈകുന്നേരത്തെ മാനസിക തലം, അതേപോലെ തന്നെ ഊർജ്ജതലം, അല്ലേ? രാവിലെയുള്ള അതേ ഊർജ്ജാവസ്ഥ പൊതുവെ നമുക്ക് രാത്രി ഉണ്ടാവുമോ? സാധാരണഗതിയിൽ ഈ മോഡേൺ സയന്റിഫിക് വേ അനുസരിച്ചിട്ട് സമയങ്ങൾക്ക് അത്ര കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നില്ല. പക്ഷെ നിങ്ങൾ വെറുതെ ഒന്നിരുന്ന് ചിന്തിച്ച് നോക്കൂ. നമ്മൾ രാവിലെയുള്ള അതേ ഊർജ്ജസ്വലമായിട്ടുള്ള അവസ്ഥയിലായിരിക്കുമോ വൈകുന്നേരം ഇരിക്കുക? നമ്മൾ ടയേർഡായിട്ട് കുറച്ച് റെസ്റ്റ്ലെസ് ഒക്കെ ആയിട്ടുള്ള നമുക്ക് കുറച്ചും കൂടെ ഒരു ബുദ്ധിമുട്ടുള്ള സാഹചര്യമായിരിക്കും ഉണ്ടാവുക. നമുക്ക് മാനസികവും അതേപോലെ തന്നെ ശാരീരികവുമായിട്ടുള്ള ഒരവസ്ഥയിൽ കുറവുണ്ടാവും, വ്യതിയാനമുണ്ടാവും, ബലഹീനതയുണ്ടാകും. അതേപോലെ തന്നെയാണ് നമ്മളിപ്പോൾ രാത്രി ഉറങ്ങാതെ പകൽ ഉറങ്ങി നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? സ്വാഭാവികമായിട്ട് അത് തീർച്ചയായിട്ടും നമുക്ക് അത്ര നല്ലൊരു പെർഫെക്ഷൻ നമ്മുടെ ശരീരത്തിൽ കൊണ്ടുവരുന്നില്ല. നമ്മൾ പലപ്പോഴും പറയും ഇത്ര ഹവേഴ്സ്
ഉറങ്ങണമെന്നാണ് പൊതുവായിട്ട് മോഡേൺ വ്യൂ പ്രകാരം പറയുക അല്ലേ? ആധുനിക കാഴ്ചപ്പാടനുസരിച്ചിട്ട് ഇത്ര മണിക്കൂർ ഉറങ്ങുന്നതിൻ്റെ പ്രസക്തിയെ കുറിച്ചിട്ടാണ് പലപ്പോഴും പറയുക. പക്ഷേ യഥാർത്ഥത്തിൽ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും സമയങ്ങൾക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരത്തിലും ഊർജ്ജ സംവിധാനത്തിലും ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മൾ ഇന്നത്തെയൊക്കെ ആധുനിക സമൂഹത്തിലൊക്കെ കുട്ടികളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? സമയത്തിന് തീരെ പ്രാധാന്യം കൊടുക്കുന്നില്ല. ഏതെങ്കിലും സമയത്ത് ഏതെങ്കിലും ആക്ടിവിറ്റീസ് ചെയ്യുന്നതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ഒരു കാര്യത്തെ നിങ്ങൾ കണക്ട് ചെയ്യേണ്ടത് യഥാർത്ഥത്തിൽ നമുക്ക് പ്രാർത്ഥിക്കുന്നതിന് കൃത്യമായിട്ടുള്ള സമയക്രമമുണ്ട് ല്ലേ? അതിന് കാലമുണ്ട് ല്ലേ? ചില പ്രത്യേക സമയത്ത് പ്രത്യേക രീതികളിലുള്ള പ്രാർത്ഥനകൾക്ക് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കും. സീസണൽ ആയിട്ട് ല്ലേ? അതേപോലെ തന്നെയാണ് നമ്മൾ ഡേ ബൈ ഡേ ഓരോ ദൈനംദിന സമയത്തിനനുസരിച്ചും ചില പ്രത്യേക സമയത്തിന് നമ്മൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കും. അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം എന്താണ്? അടിസ്ഥാന കാരണം എന്ന് പറയുന്നത് സമയം ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ശരീരത്തെ ശരിയാക്കുന്നതിൽ നമ്മുടെ ഊർജ്ജ സംവിധാനത്തെ മികവുറ്റതാക്കി നിലനിർത്തുന്നതിലൊക്കെ എപ്പോഴും നമ്മൾ സമയത്തിന് പ്രാധാന്യം കൊടുക്കണം. അതിലേറ്റവും പ്രധാനപ്പെട്ടത് നമ്മൾ രാവിലെ ഒരു 7 മണി 9 മണി സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്നുള്ളതാണ്. അതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം. മോസ്റ്റ്ലി ആളുകൾ എന്ത് ചെയ്യും? ഒന്നുകിൽ 7 മണിക്ക് മുമ്പുള്ള സമയത്ത് ഭക്ഷണം കഴിക്കും. നല്ലൊരു ഭാഗം ആളുകൾ 9 മണിക്ക് ശേഷമായിരിക്കും ഭക്ഷണം കഴിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ള സമയം നമ്മളൊരു പീക്ക് ടൈമായിട്ട് കണക്കാക്കുമ്പോൾ ഒരു 8 മണി സമയമൊക്കെയാണ് ഏറ്റവും നല്ല ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള ഒരു സമയം. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഉച്ചഭക്ഷണം നമ്മൾ കഴിക്കില്ല. രാത്രി അതേപോലത്തെ ഉച്ചഭക്ഷണമൊക്കെ നമ്മൾ ആ സമയത്ത് കഴിക്കുക. അതായത് 1 മണി 1 മണി കഴിഞ്ഞ് 1:30 സമയത്തൊക്കെ. അതേപോലെ തന്നെയാണ് നമ്മൾ രാത്രി ഉറങ്ങുന്നതിന് തീരെ പ്രാധാന്യം കൊടുക്കില്ല. നമ്മൾ 12 മണി 2 മണി 1 മണിയൊക്കെയാണ് ഉറങ്ങുക. അതിൻ്റെ കാരണം എന്താ? നമുക്ക് നമ്മുടെ പൊതുവായിട്ടുള്ള ഒരു ബോധം എന്ന് പറയുന്നത് ഏതെങ്കിലും സമയത്ത് ഇത്ര അവേഴ്സ് ഉറങ്ങിയാൽ മതി, ഇത്ര മണിക്കൂറുകൾ ഉറങ്ങിയാൽ മതി എന്നുള്ളൊരു ധാരണ നമുക്കുള്ളത് കൊണ്ട് പൊതുവെ നമ്മൾ അതിന് ഇമ്പോർട്ടൻസ് കൊടുക്കില്ല. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യും? അതൊക്കെ നമ്മുടെ ശരീരത്തെ തെറ്റായ രീതിയിൽ സ്വാധീനിക്കപ്പെടും. അവയവങ്ങളുടെ പ്രവർത്തനത്തെ, ഊർജ്ജ സംവിധാനത്തെയൊക്കെ അത് നേരിട്ട് ബാധിക്കും. അത് കാരണം നിരവധി പ്രശ്നങ്ങളായിരിക്കും നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുക. അപ്പൊ അതിനെ നമ്മൾ കറക്റ്റ് ചെയ്യണം. സാധാരണഗതിയിൽ നമുക്ക് നിങ്ങൾ വെറുതെ ക്ലോക്കിലേക്ക് എടുത്ത് നോക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങൾ ഇരിക്കുന്ന സമയത്ത് ഇതിന്റെ ഒരു 10 മിനിറ്റ് മുമ്പ് നിങ്ങൾക്ക് എന്ത് സംഭവിച്ചിട്ടുണ്ടാവും? ഒരു കോട്ടുവ വന്നിട്ടുണ്ടാവും. അതിന്റെ കാരണം എന്താ? ഈ നമ്മുടെ ബോഡിക്കകത്തുള്ള ഒരു ക്ലോക്ക് അലേർട്ട് ആവും. അതായത് 9 മണിക്ക് ശേഷം നമ്മൾ ഉറങ്ങണം എന്നുള്ളതിന്റെ ഒരു സൂചന പൊതുവെ നമ്മുടെ ശരീരം കാണിക്കും. അപ്പോൾ സാധാരണ നമ്മളിപ്പോൾ 9 മണി 10 മണി 9 മണിക്ക് ശേഷം ഒരു 10 മണി 10:30 സമയമാകുമ്പോഴെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? ബെഡിലേക്ക് പോയിരിക്കണം. അതാണ് ഏറ്റവും നമ്മുടെ ഒപ്റ്റിമൽ ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള ഏറ്റവും നല്ല ഒരു സമയമെന്ന് പറയുന്നത്. അപ്പോൾ സമയങ്ങൾക്ക് പ്രാധാന്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനകൾക്കും അതേപോലെ തന്നെ എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേക സമയം പാലിക്കുന്നത്. അതേ കാര്യം നമ്മുടെ ശരീരത്തിലും ആ ഊർജ്ജ സംവിധാനത്തിലും എല്ലാം നിലനിൽക്കുന്നുണ്ട്. സമയങ്ങൾക്ക് പ്രാധാന്യമുള്ളത് കൊണ്ടാണല്ലോ പ്രത്യേക സമയത്ത് മഴ പെയ്യുന്നത്, പ്രത്യേക സമയത്ത് സൂര്യൻ ഉദിക്കുന്നത്, പ്രത്യേക സമയത്ത് ഏഹ് നമുക്ക് കാലാവസ്ഥയിൽ തിരിച്ചുവരവുകൾ ഉണ്ടാവുന്നതൊക്കെ ഈ ഒരു പ്രത്യേക കാരണം കൊണ്ടാണ്. ആ സൈക്ലിക് ആയിട്ടുള്ള പ്രോസസ്സുകൾ നിരന്തരമായിട്ട് ഇവിടെ നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഓൾ ഓവർ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെ കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മളിപ്പോൾ ഇതുവരെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളുടെ ഒരു ബ്രീഫിങ്ങിലേക്ക് പോകുമ്പോൾ അക്യുപങ്ക്ചർ എന്ന് പറയുന്ന ചികിത്സകത്ത് യഥാർത്ഥത്തിൽ നമ്മളുടെ ശരീരവുമായി ബന്ധപ്പെട്ട, മനസ്സുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഊർജ്ജ സംവിധാനങ്ങളുമായി ബന്ധപ്പെട്ട, നമ്മുടെ ഓരോ അവയവത്തിൻ്റെയും നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ പരിഹരിക്കാനുള്ള വളരെ കൃത്യമായിട്ടുള്ള ഒരു സൊല്യൂഷൻസ് നമുക്കതിനകത്ത് കാണാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ വ്യത്യസ്ത ചികിത്സാ രീതികളൊക്കെയാണ് ഫോളോ ചെയ്യുക. സാധാരണ നമ്മൾ പ്രഷർ കൊടുക്കുന്ന ട്രീറ്റ്മെൻറ്റ് മുതൽ ഇലക്ട്രോ സ്റ്റിമുലേഷൻ വരെയുള്ള മെത്തേഡുകൾ വരെ ഫോളോ ചെയ്യുന്നുണ്ട്. അക്യുപങ്ക്ചറിൽ ഒരു പോയിന്റിനെ ആക്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പോയിന്റിൽ ആക്ടിവേറ്റ് ചെയ്യുന്നതിലൂടെ നമ്മുടെ അവയവവുമായി ബന്ധപ്പെട്ട പ്രശ്നത്തെ വളരെ എളുപ്പത്തിൽ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇങ്ങനെ അവയവത്തെ ബാധിക്കുന്ന പ്രശ്നത്തെ ഈ ഒരു പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്ന ഒരു പ്രത്യേക പോയിന്റിൽ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിലൂടെ ആ ഒരു പ്രശ്നത്തെ എങ്ങനെയാണ് പരിഹരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ കാലാവസ്ഥയും നമ്മുടെ പ്രകൃതിയും നമ്മുടെ ശരീരവും തമ്മിലുള്ള ബന്ധം പോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ പുറം ഭാഗത്ത് നിന്ന് നമ്മുടെ ശരീരത്തെ അവയവങ്ങളെ സ്വാധീനിക്കുന്ന തരത്തിൽ ഒരു കൃത്യമായിട്ടുള്ള ഒരു ഊർജ്ജ സഞ്ചാര സംവിധാനം നമ്മുടെ ശരീരത്തിലുണ്ട്. ആ ഊർജ്ജ സംവിധാനത്തിൽ ഏതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഭാഗത്ത് ബ്ലോക്കേജുകൾ വരുമ്പോൾ ആ പ്രത്യേക ഭാഗത്തേക്കുള്ള നെറ്റ്വർക്കുകൾ കറക്റ്റ് ചെയ്യുന്ന പ്രത്യേക കേന്ദ്രങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ടെന്നാണ് അക്യുപങ്ക്ചറിൽ പറയുന്നത്.
ആ കേന്ദ്രങ്ങളെയാണ് യഥാർത്ഥത്തിൽ വ്യത്യസ്ത മാർഗങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ ചികിത്സിക്കുന്നത്. നിങ്ങളിപ്പോൾ സാധാരണ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെ അക്യുപങ്ക്ചർ ട്രീറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ഓരോ കണ്ടീഷൻസിനെയൊക്കെ ചികിത്സിക്കുന്നതിൽ ഓരോ വ്യത്യസ്ത രീതികളിലുള്ള മെത്തേഡുകളൊക്കെ നമ്മൾ പറയുന്നതിൻ്റെയും ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ഒരു ട്രീറ്റ്മെൻറ്റ് സിസ്റ്റത്തിൻ്റെ തിയറികളെ അടിസ്ഥാനമാക്കിയിട്ടാണ്. ഇപ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് ഒരു പ്രത്യേക ഭാഗത്തേക്ക് ഒരു പ്രത്യേക ഊർജ്ജ സംവിധാനത്തിൽ വ്യതിയാനങ്ങൾ ഉണ്ടാകുമ്പോൾ ആ വ്യതിയാനങ്ങളെ പരിഹരിക്കുന്നതിൽ നമ്മൾ പ്രത്യേക കേന്ദ്രങ്ങളെ ഉപയോഗിക്കുന്നു. ആ കേന്ദ്രങ്ങളിൽ നമ്മൾ ഏതെങ്കിലും തരത്തിലുള്ള സ്റ്റിമുലേഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നിലവിലുള്ള നമ്മുടെ ഊർജ്ജ സംവിധാനത്തിൽ ഉണ്ടാകുന്ന ഈ അസന്തുലിതമായിട്ടുള്ള സാഹചര്യത്തെ നമുക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അതാണ് അക്യുപങ്ക്ചറിലൂടെ സാധാരണ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്താണ്? നമ്മളൊരു സാധാരണ അക്യുപങ്ക്ചർ ചെയ്യുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് അത് നമ്മുടെ ശരീരത്തിൽ പ്രവർത്തിക്കുന്നത് എന്നുള്ളതിൻ്റെ ഏറ്റവും ലളിതമായിട്ടുള്ള ഒരു എക്സ്പ്ലനേഷനാണ്, ഒരു വിശദീകരണമാണ് ഞാൻ ഈ ഒരു മണിക്കൂർ സമയം കൊണ്ട് നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇനി ഈ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ ചേർത്ത് പറയുന്നൊരു കാര്യം, ഒരുപാട് വ്യത്യസ്ത രീതിയിലുള്ള ചികിത്സ, അതിൻ്റെ പോയിന്റ്സ് ഇത് ഒത്തിരി നമ്മുടെ യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും നമ്മുടെ വാട്സപ്പ് ചാനൽസിലൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ആ ഏരിയയിലേക്ക് കൂടുതൽ പോവാത്തത്. ഇതിൻ്റെ തത്വശാസ്ത്രപരമായിട്ടുള്ള അടിസ്ഥാന സിദ്ധാന്തങ്ങളെ ഫോക്കസ് ചെയ്തിട്ടാണ് നമ്മൾ കൂടുതലും പോയിട്ടുള്ളത്. ട്രീറ്റ്മെൻ്റ് എല്ലാം നമുക്ക് ആ ഒരു ഭാഗത്ത് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വ്യത്യസ്ത മെത്തേഡുകളൊക്കെ ഒരുപാട് വീഡിയോസ് ആയിട്ട് നിങ്ങൾക്ക് അതിൽ നിന്ന് നോക്കിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. അപ്പോൾ അവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് എന്തായിരിക്കും അതിൻ്റെ ഒരു ആക്ഷൻ, ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ട് മാത്രമാണ് ഈ ഒരു ഇന്നത്തെ വെബിനാറിൽ ഞാൻ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്തിട്ടുള്ള പുതിയ ആളുകൾക്കെല്ലാം ഒരുപാട് നന്ദി. നമുക്ക് കമ്മിങ് വീക്സിലും കമ്മിങ് മന്ത്സിലും ഒക്കെ ഇതുപോലുള്ള അവയർനെസ് ആയിട്ടുള്ള അക്യുപങ്ക്ചർ റിലേറ്റ് ചെയ്തിട്ടുള്ള വ്യത്യസ്ത കോൺസെപ്റ്റുകൾ ഉൾക്കൊള്ളിക്കുന്ന ഫ്രീ ക്ലാസ്സുകൾ ഇനിയും ഉണ്ടാകും. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക. അതിൻ്റെ കൂടെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു. സർ ഒരുപാട് സമയമായി വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുന്നത് ചോദിക്കാൻ വേണ്ടിട്ട്. പറയൂ. എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാ അസുഖത്തിനും ഇതിന് ട്രീറ്റ്മെന്റ് ഇതിൽ വരുന്നുണ്ടോ അക്യുപങ്ചറില്? എല്ലാ അസുഖങ്ങൾക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനേജ്മെന്റ് ഉണ്ട്, പക്ഷെ എല്ലാ രോഗികളിലെയും നമുക്ക് ചികിത്സിക്കാൻ കഴിയില്ല. കാരണം രോഗിയുടെ നിലവിലുള്ള കണ്ടീഷൻ ഫാറ്റ് ലിവറിലൊക്കെ വരുന്ന കഴിഞ്ഞാൽ അതിലൊക്കെ ട്രീറ്റ്മെന്റ് വരുന്നുണ്ടോ തീർച്ചയായിട്ടും ഉണ്ട്. ഫാറ്റ് ഞാൻ ലിവറിന്? അതിന് ക്ലാരിറ്റി തരാം. സാധാരണഗതിയിൽ നമ്മൾ അതിനെക്കുറിച്ച് ജനറലി പറയാറുള്ളത്, ഇപ്പോൾ നിങ്ങൾ ഇതേ കാര്യം തന്നെ മോഡേൺ മെഡിസിനിൽ ചോദിച്ചു കഴിഞ്ഞാലും ഏതൊരു വൈദ്യശാസ്ത്രത്തിൽ ചോദിച്ചു കഴിഞ്ഞാലും ഒറ്റയടിക്ക് എന്താ പറയുക, ആ കണ്ടീഷൻ ആ പേഷ്യന്റിനെ നോക്കണം. അതന്നെ ഞാൻ ചോദിച്ചത്. നമുക്ക് ഫാറ്റ് ലിവർ നമുക്ക് റിവേഴ്സിബിൾ ആണല്ലോ, അതും കിട്ടി തിരിച്ചിട്ട് ഇപ്പൊ തീർച്ചയായിട്ടും അല്ലേ അത് ഓൾമോസ്റ്റ് എല്ലാ ലിവർ രോഗങ്ങൾക്കും ചികിത്സ. അല്ല ലിവറിന് വന്നു കഴിഞ്ഞാൽ അത് തന്നെ നമുക്ക് ഗ്രേഡ് 2 ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും അത് വണ്ണിലോട്ട് നമുക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമല്ലോ. തീർച്ചയായിട്ടും അപ്പോൾ ഇങ്ങനെ ഈ ചികിത്സയുടെ ആവുമ്പോൾ കുറച്ചും കൂടെ അത് അതായത് മോഡേൺ സയൻസിനേക്കാൾ നമുക്ക് ഇതിൽ കൂടെ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വേഗം അതെ, തീർച്ചയായിട്ടും അല്ലേ? എല്ലാത്തിലും നമുക്ക് ട്രീറ്റ്മെന്റ് പോസിബിൾ ആണ്. നമ്മൾ കൃത്യമായിട്ടുള്ള സമയക്രമം പാലിച്ചിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരുവിധം രോഗങ്ങളെയൊക്കെ നമുക്ക് ചികിത്സിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. കാരണം എന്താ വെച്ചാല് സാറ് പറഞ്ഞു നേരത്തെ നമ്മളെ ഇമോഷൻസ് എല്ലാം എല്ലാം അല്ലേ, അതൊക്കെ നോക്കിയിട്ടാണ് ഇതിൽ നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നത്. മറ്റതിൽ അതെ അങ്ങനെ വരുന്നില്ലല്ലോ. അതിനുള്ള മെഡിസിൻ മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ. അതെ അപ്പൊ ഇതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരില്ലേ? തീർച്ചയായിട്ടും. ആ, താങ്ക് യു. വേറെന്തെങ്കിലും ഡൗട്ട്സ്? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ?
അപ്പോൾ കോഴ്സിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ ഒരു 1 അവർ ക്ലാസ്സിനെ കുറിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പേഴ്സണലി ഗ്രൂപ്പുകളിൽ ഒക്കെ അറിയിക്കുക. നിങ്ങൾക്കത് യൂസ്ഫുൾ ആയിരുന്നോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ചോദിക്കുന്നത്. ടെക്സ്റ്റ് ആയിട്ടോ വോയിസ് ആയിട്ടോ ഒക്കെ അയക്കൂ. അപ്പോൾ നമുക്കത് ഹലോ ആ ക്ലാസ് വളരെ ഉപകാരപ്രദമായിരുന്നു. കാര്യങ്ങൾ മനസ്സിലാക്കി, ഒരുവിധം മനസ്സിലാകുന്നുണ്ട്. പിന്നെ കുറച്ച് പലതരം അസുഖങ്ങളുള്ളവർക്ക് എങ്ങനെ എന്താ ചെയ്യാ, യൂറിക് ആസിഡ്, അതുപോലെ തന്നെ ഷുഗർ, പിന്നെ സ്ട്രോക്ക് വന്നിട്ടുള്ള ബുദ്ധിമുട്ടുകള്, ഇതെല്ലാം കൂടി ഒരുമിച്ചുള്ളവർക്ക് അക്കുപഞ്ചർ ഇതെല്ലാം കൊണ്ട് നമുക്ക് ഒരുപാട് അവയവങ്ങളെ ബാധിച്ചു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണല്ലോ. നമുക്കൊരു പ്രശ്നം നമ്മുടെ ശരീരത്തിൽ എല്ലാം ഒന്നിച്ചു വരില്ല. നമുക്ക് ഒരു അവയവത്തെ ബാധിക്കുന്ന ഒരു പ്രശ്നം അതേ സമയത്ത് തന്നെ എല്ലാ അവയവങ്ങളെയും ഒന്നിച്ച് ബാധിക്കില്ല. അത് ഘട്ടം ഘട്ടം ഘട്ടമായിട്ടാണ് അത് ഓരോ അവയവങ്ങളെയും ബാധിക്കുക. അപ്പം അത് നേരത്തെ തന്നെ ഇങ്ങനെ പ്രശ്നങ്ങൾ വന്നിട്ടാണല്ലോ മറ്റ് അവയവങ്ങളിലേക്ക് എത്തുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ട്രീറ്റ്മെൻറ്റിലും നമുക്ക് കുറച്ച് സമയം പാലിച്ച് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ അതിനെ ചില വല്ലാതെ വീക്ക്നെസ് വന്നിട്ടുള്ള അവയവങ്ങളെയും നമുക്ക് കംപ്ലീറ്റ്ലി പിക്കപ്പ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റും. പ്രശ്നങ്ങൾ, അതായത് ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതിനെ ലഘൂകരിക്കാം, നന്നായിട്ട് മാനേജ് ചെയ്യാം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ. ഓരോന്നിനായിട്ട് അക്കുപഞ്ചർ ചെയ്തുകൊണ്ട് മാറ്റാൻ പറ്റും അല്ലെ? അതെ അതെ അതെ. ലിവർ ഫാറ്റും ചെറിയ നിലക്കുണ്ട്, യൂറിക് ആസിഡ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ശരീരത്തില് എപ്പുകളിൽ എല്ലാ ജോയിന്റ്സും വേദനകളുണ്ട്. ശക്തമായ വേദനകൾ വരുമ്പോ തീരെ നിർത്തില്ലാതാവും. എടുക്കുമ്പോൾ ഓരോന്നായിട്ട് ഇങ്ങനെ കുറഞ്ഞു വരും. നമ്മുടെ ശരീരത്തിൽ ഓരോന്ന് കുറഞ്ഞു വരും. ഇവിടെ തൃശ്ശൂർ ജില്ലയില് ഈ ഉണ്ട്, ഇവിടെ കുറെ പലതരത്തിലുണ്ട്. പക്ഷെ ഈ അക്കുപഞ്ചർ അല്ല ഇവിടെ ഉള്ളത്. സിംഗിൾ പോയിന്റ് അക്കുപഞ്ചർ ഒക്കെ ഉള്ളത് ഇവിടെ. അപ്പൊ ഇതുകൊണ്ട് അത് മാറ്റം വരുമോ? സിംഗിൾ പോയിന്റ് ഒരു കുറെ നാള് ചെയ്തു നോക്കിയിട്ട് വലിയൊരു വ്യത്യാസമൊന്നും വന്നില്ല. പ്രഷർ കൂടുകയാണ് ചെയ്തത്. അപ്പൊ മാറ്റം വരുമോ വേദന കുറഞ്ഞു. പറഞ്ഞില്ലേ? അതില് കുറച്ചുകൂടെ നമുക്ക് കുറച്ചുകൂടെ പഴയ അസുഖങ്ങളായതുകൊണ്ട് കുറച്ചും കൂടെ നല്ല രീതിയിൽ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ടി വരും ഡീപ്പ് ലെവലിൽ. അപ്പൊ കുറയും. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട്സ് ആർക്കെങ്കിലും ഉണ്ടോ? ആരോ കോഴ്സിനെ കുറിച്ചിട്ട് ചോദിച്ചിരുന്നു, ഈ ടെക്സ്റ്റ് ചാറ്റിൽ ചോദിക്കുന്നുണ്ട്. അപ്പം അക്യുപങ്ക്ചറിൽ ഒരുപാട് കോഴ്സുകൾ നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു നമ്പർ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ പോസ്റ്ററിലും നമ്മുടെ യൂട്യൂബിലൊക്കെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നമ്പർ ഉണ്ട്. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി നിങ്ങൾക്ക് അതിനെ കുറിച്ചിട്ട് ഇൻഫർമേഷൻസ് അറിയണമെങ്കിൽ. നമുക്ക് ഡയറ്റിംഗ് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? എന്താ പറഞ്ഞ? ഡയറ്റിംഗ് എന്തെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഡയറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം പറയൂ. എന്തായിരുന്നു ഡയറ്റ് എന്ന് പറഞ്ഞാൽ? റിസ്ട്രിക്ഷൻസ് ആണോ ഉദ്ദേശിക്കുന്നത്? ഫുഡിന്റെ ഏതെങ്കിലും ശ്രദ്ധിക്കേണ്ടതുണ്ടോ? ഇതിന്റെ കാര്യത്തിൽ മെയിൻലി സമയമാണ്. ഇപ്പോൾ നമ്മൾ ഭക്ഷണ രീതികളൊക്കെ ഒരുപാട് നിങ്ങളെല്ലാവരും ഫോളോ ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ പല അസുഖങ്ങൾ മാറാൻ വേണ്ടിയിട്ട് വ്യത്യസ്ത ഡയറ്റ്, ഇപ്പോൾ ഡയറ്റിൻ്റെ ഒരു വലിയൊരു എന്താ പറയുക, ഒരു ട്രെൻഡിങ് ആണല്ലോ ഡയറ്റ് എന്ന് പറയുന്നത് തന്നെ. അപ്പോൾ ഡയറ്റുകൾ എടുത്തിട്ടും അസുഖങ്ങൾ മാറാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ സമയങ്ങൾക്ക് നിങ്ങൾ പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. ഈ കൃത്യസമയത്ത് ശരിയായ ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് ഡയറ്റിലേക്ക് പോകേണ്ട ആവശ്യം വരില്ല. സമയത്തിന് ഭക്ഷണം കഴിക്കുക, സമയത്ത് ഉറങ്ങുക, ഈ 2 കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. എന്ത് കഴിക്കുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ സമയത്തിന് നിങ്ങൾ കുറച്ചുകൂടെ ഇമ്പോർട്ടൻസ് കൊടുത്തു നോക്കൂ. അപ്പോൾ കുറച്ചും കൂടെ നിങ്ങൾ ഹെൽത്തി ആവും.
ചില ഘടകങ്ങളൊന്നും കഴിക്കാതിരിക്കണം, അതൊക്കെ ശരിയാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫസ്റ്റ് നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് സമയമാണ്, കഴിക്കുന്ന സമയം. ഓക്കെ. എപ്പോഴും ആളുകൾ എന്ത് ചെയ്യും, കുറച്ച് രാവിലെ ഒരാഴ്ചയൊക്കെ ഡയറ്റ് എടുക്കും, എന്നിട്ട് അടുത്ത ആഴ്ച എന്ത് ചെയ്യും, നന്നായിട്ട് ഭക്ഷണം കഴിക്കും. രാവിലെ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല, രാത്രി കൂടുതലായിട്ട് കഴിക്കുന്നുണ്ടാവും. ഇതൊക്കെയാണ് പൊതുവായിട്ട് ആളുകൾ ശീലിക്കുന്നത്. നമ്മളൊരു ഏഹ്, കുറച്ചും കൂടെ നമ്മളൊരു ജനറേഷൻ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഗ്രാൻഡ് പാരൻസിനെയൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് പോയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം അവരുടെ ചിട്ടയായ ജീവിതമാണ്. ആ ചിട്ടയായ ജീവിതം നമ്മളിലില്ലാത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ആരോഗ്യ ആരോഗ്യ പ്രശ്നങ്ങളുടെ ഒരു കാരണം. അപ്പൊ നമ്മള് ആദ്യം എന്ത് കറക്റ്റ് ചെയ്യണം എന്ന് വെച്ചാല്, നമുക്കൊരു ഇത് വേണം, ഒരു കൃത്യസമയം വേണം ഭക്ഷണം കഴിക്കാൻ. ശരിയായ സമയത്ത് ഭക്ഷണം കഴിക്കുക, ശരിയായ സമയത്ത് ഉറങ്ങുക, ശരിയായ സമയത്ത് പ്രാർത്ഥിക്കുക, ശരിയായ സമയത്ത് വെള്ളം കുടിക്കുക, ശരിയായ സമയത്ത് യൂറിൻ പാസ് ചെയ്യുക, ടോയ്ലറ്റിൽ പോവുക. ഇല്ലേ, പണ്ടത്തെ ആളുകൾക്ക് ആ ഒരു ശീലം ഉണ്ടായിരുന്നില്ലേ? അവർ ആ ശരികൾ ആ ശരിയായ രീതിയിൽ ചെയ്തിരുന്നത്. നമുക്കില്ലാതെ പോയത് അതാണ്. അതന്നെയാണ് രോഗങ്ങൾക്കുള്ള കാരണം. അപ്പൊ അത് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ വേറെന്തെങ്കിലും? സർ, ഈ ശരി സമയങ്ങളിൽ ഭക്ഷണം കഴിക്കുക എന്നുള്ളതിൽ നമ്മൾ വിശക്കുമ്പോ കഴിക്കുക എന്നുള്ളതാണോ ഉത്തമം? എങ്ങനെയാണ്? ഞാൻ അങ്ങോട്ട് ചോദിക്കട്ടെ, ആരോ ചോദിച്ചു, ഐഷേ, നമ്മൾ ഇപ്പോൾ നിങ്ങളൊരു ഇപ്പോൾ ഇതെന്താ, ഇത് ഫോണാണല്ലോ അല്ലേ? നിങ്ങളൊരു 10 മിനിറ്റ് കഴിഞ്ഞ് നേരെ ഫോൺ നോക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങളൊരു ഇൻസ്റ്റാഗ്രാമോ ഫേസ്ബുക്കോ യൂട്യൂബോ എന്തെങ്കിലും തുറന്നെന്ന് വിചാരിക്കുക. നിങ്ങൾക്ക് നല്ല വിശപ്പുണ്ട്, ആ വിശപ്പുള്ള സമയത്താണ് നിങ്ങൾ തുറന്നത്, അല്ലെങ്കിൽ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കണം എന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അരമണിക്കൂർ 1 മണിക്കൂർ പോയത് നിങ്ങളറിയോ? ആക്ച്വലി നിങ്ങൾക്ക് വിശപ്പുണ്ടാവും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ വിശക്കുന്ന സമയത്ത് മനുഷ്യന് അത് നമ്മൾക്ക് നമ്മുടെ ഇമോഷണലി ഫിറ്റ് ആകുന്ന സമയത്ത്, നമുക്ക് പ്രശ്നങ്ങളില്ലാത്ത സമയത്ത്, നമ്മുടെ എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാത്ത സമയത്തൊക്കെ ആ രീതി ഓക്കെയാണ്. അല്ലേ? വെറുതെ ഇരുന്നൊരു കാലം ഉണ്ടായിരുന്നില്ലേ? ഇപ്പൊ നമ്മൾ കോവിഡിന്റെ സമയം ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമ്മൾ നന്നായിട്ട് സമയത്ത് ഭക്ഷണം കഴിച്ചിരുന്നില്ല, എന്താ ഒരു പണി ഉണ്ടാവില്ല. നമുക്ക് നെറ്റ്വർക്ക് ഇല്ലാതെ, ഫോണില്ലാതെ, കറണ്ടൊക്കെ പോയിട്ട് ഈ ഫ്ലഡിന്റെ സമയത്തൊക്കെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നല്ല മഴക്കാലത്ത് നമുക്ക് എല്ലാ സമയത്തും ഇങ്ങനെ വിശന്നുകൊണ്ടിരിക്കും. എന്താ കാരണം? നമ്മൾ വിശപ്പിനെ അപ്പോഴാണ് തിരിച്ചറിയുന്നത്. മറ്റേത് നമ്മൾ പ്രശ്നങ്ങളിലാണ്. നമ്മൾ ഇപ്പോൾ ഞാൻ സംസാരിക്കുകയാണ്, നിങ്ങൾ കേൾക്കുകയാണ്. നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ ഫോണിലേക്ക് പോകും, അല്ലെങ്കിൽ നിങ്ങൾ ആളുകളോട് മിങ്കിൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മറ്റ് പ്രശ്നങ്ങളിലാണ് നിങ്ങളുള്ളത്. ഇത് നിങ്ങളെങ്ങനെ മോണിറ്റർ ചെയ്യും ഭക്ഷണത്തെ? ഈ വിശപ്പിനെ എങ്ങനെ മോണിറ്റർ ചെയ്യും? ശരിയാണോ ആയിഷ ഞാൻ പറഞ്ഞത്? നമ്മൾ മറന്നുപോകും. ഓക്കെ. ഭക്ഷണം കഴിക്കാനും വെള്ളം കുടിക്കാനും ഒക്കെ മറന്നുപോകും. കാരണം പണ്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ ഓക്കെ ആയിരുന്നു. നമ്മൾ വിശക്കും ഭക്ഷണം കഴിക്കുക എന്നല്ല, ആ വിശപ്പ് നമുക്ക് ആ സമയത്ത് ഉണ്ടാവും. പക്ഷെ ഇന്ന് അത് പ്രാക്ടിക്കലി നടക്കില്ല. നമുക്ക് ആ വിശപ്പ് നോക്കാൻ നിന്നാൽ നമ്മൾ വിശപ്പ് നോക്കാൻ മറന്നു പോയിട്ടുണ്ടാവും. വിശപ്പ് മോണിറ്റർ ചെയ്യാൻ നമ്മൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പം പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. ഇങ്ങനെ ഉണങ്ങിപ്പോവും, നമുക്ക് ശോഷിച്ചു പോവും, പിന്നീട് ആരോഗ്യം ഉണ്ടാവില്ല, എന്തൊക്കെയോ പ്രശ്നങ്ങളായിരിക്കും ഉണ്ടാവുക. കുറേ ഡെഫിഷ്യൻസി കാരണം, കുറേ നമ്മുടെ ശരീരത്തിൽ കുറേ ഘടകങ്ങൾ കുറയുന്നതിൻ്റെ കാരണം സംഭവിക്കുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഫ്യൂച്ചറിൽ ഉണ്ടാവും. ചില ആളുകൾക്ക് ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ മാനസികമായിട്ടൊരു വല്ലാത്ത അസ്വസ്ഥതയായിരിക്കും സാധാരണ ഉണ്ടാവുക, കുറേ പട്ടിണിയൊക്കെ കിടന്നു കഴിഞ്ഞാൽ. ഈ ഭക്ഷണം കുറക്കുന്ന കുട്ടികളിൽ നിങ്ങൾ അവരുടെ മാനസിക തലം നോക്കൊണ്ടു. നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പോകുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നില്ലെങ്കിൽ അവർ ഇമോഷണലി ഒരിക്കലും ഫിറ്റ് ആവില്ല. ഇമോഷണലി ശ്രദ്ധിച്ചു നോക്കൊണ്ടു. സമയത്ത് ഭക്ഷണം കഴിക്കുക എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ് എപ്പോഴും. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് വെച്ചാൽ പണ്ടുള്ള ആൾക്കാർ എന്താ വെച്ചാൽ ഓരോ സമയത്തിന് പ്രാധാന്യം കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് അതിനെക്കുറിച്ചൊരു ധാരണ ഉള്ളതുകൊണ്ട് തന്നെയാണ് ആ പ്രത്യേക സമയത്ത് ഭക്ഷണം കഴിക്കാൻ അവർ പ്രയോറിറ്റി കൊടുത്തിട്ടുള്ളത്. അന്നത്തെ മനുഷ്യരെ അത്ര ബുദ്ധിയൊന്നും വിവേകമൊന്നും നമുക്കില്ല. കാരണം നമുക്ക് ഒരു 5 6 ഡിജിറ്റ്സ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ബ്രെയിൻ ഉപയോഗിച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത്രയും നമ്മൾ സ്വാധീനിക്കപ്പെട്ടു. അത്രയും മൈലുകൾക്കപ്പുറമുള്ള സൗണ്ടുകൾ, കാലാവസ്ഥകളെ കുറിച്ചിട്ടൊക്കെ പ്രവചിക്കാനും അത് മനസ്സിലാക്കാനും പറ്റിയിരുന്ന ആളുകളായിരുന്നു നമ്മുടെ ഒരു 2 തലമുറ മുമ്പുള്ള ആളുകളൊക്കെ. അപ്പം സ്വാഭാവികമായിട്ട്
അന്നത്തെ ആളുകൾ ശീലിച്ച അതേ രീതി ഇന്ന് നടക്കില്ല. കാരണം നമ്മൾ ഇൻഫ്ലുവൻസ്ഡ് ആണ്. നമുക്ക് എക്സ്റ്റേണലി ഒരുപാട് ഫാക്ടേഴ്സ്, അതായത് പുറമേ നിന്ന് ഒരുപാട് സ്വാധീന വലയങ്ങൾ നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പം അത്തരം ഒരു സിറ്റുവേഷൻസിൽ നമ്മൾ അറിഞ്ഞ് സമയം വെച്ച് നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ ഒരിക്കലും നമ്മുടെ ആരോഗ്യം ശരിയാവില്ല. കറക്റ്റ് അല്ലേ? ഓക്കെ, കറക്റ്റ് ആണ്. അപ്പൊ നമ്മുടെ ശരിക്കും ഒരു ഭക്ഷണം നമ്മൾ രാവിലെ കഴിച്ചു കഴിഞ്ഞാൽ അത് ഡൈജഷൻ എന്നുള്ള പ്രക്രിയ നടക്കണമെങ്കിൽ ഏകദേശം എത്ര മണിക്കൂർ എടുക്കും? ആ സമയമാണ് സാധാരണഗതിയിൽ നമ്മളിപ്പോൾ രാവിലെ ഭക്ഷണം കഴിക്കുക, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുക, ഈവനിങ് ഭക്ഷണം കഴിക്കുക എന്നുള്ളത്. ഒരു 3 മണിക്കൂറൊക്കെ മതി. ഈ പണ്ടുള്ള ആളുകൾ ശീലിച്ച ഇതുണ്ടല്ലോ, ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, ആക്ച്വലി ഭയങ്കര കറക്റ്റാണ്. പക്ഷെ നമ്മൾ രാത്രി കുറേ വൈകി ഭക്ഷണം കഴിക്കുന്നത് പണ്ടുണ്ടായിരുന്നില്ല, ഇപ്പോഴാണ് അത് തുടങ്ങിയത്. ഇപ്പോൾ ലേറ്റ് നൈറ്റ് ഡിന്നർ അല്ല നമ്മൾ പറയുന്നത്, ഈവനിങ് ഫുഡ് പൊതുവെ പണ്ട് മുതലേ ഉള്ളതാണ്. 3 നേരം നല്ല ഭക്ഷണം കഴിക്കുക എന്നുള്ളത് പണ്ട് മുതലേ ആളുകളുടെ ശീലമാണ്. അപ്പോൾ പലപ്പോഴും നമ്മൾ വിശപ്പ് നോക്കിയിരുന്നാൽ ചിലപ്പോൾ മറന്നു പോവും, വിശക്കുണ്ടോയെന്ന് മറന്നു പോവും, ദാഹിക്കുണ്ടോയെന്ന് മറന്നു പോവും. അതുകൊണ്ടാണ് അതിനെ ഫോളോ ചെയ്യരുതെന്ന് പറയുന്നത്. നമുക്കതിനൊന്നും സമയമില്ല ഇല്ലേ? വിശപ്പ് മോണിറ്റർ ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഇപ്പം ഇല്ല. ഇരുന്നിട്ട് അങ്ങനെ എന്തെങ്കിലും കണ്ടോ, അല്ലെങ്കിൽ വേറെ ആളുകളോട് സംസാരിച്ചിട്ടോ, വേറെ എന്തെങ്കിലും സ്ട്രെസ്ഡ് ആയിട്ടോ ഒക്കെ നമ്മൾ അതിൽ നിന്ന് പോയിട്ടുണ്ടാവും. നേരെ മറിച്ച് നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻസിൽ ജീവിക്കുന്ന ആളുകളാണെങ്കിൽ നമുക്കത് ഓക്കെയാണ്. വിശക്കുന്ന നേരം നോക്കിയിട്ട് ഭക്ഷണം കഴിക്കുക. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ കറക്റ്റ് ടൈമിൽ രാവിലെയും ഉച്ചക്കും വൈകുന്നേരവും നമുക്ക് വിശക്കും. അതിൻ്റെ എക്സാമ്പിളാണ് ഞാൻ പറഞ്ഞത്. ഫ്ലഡ് ഉള്ള സമയത്തൊക്കെ നിങ്ങൾ വീട്ടിലിരുന്നിട്ടുണ്ടെങ്കിൽ അന്ന് കറണ്ട് ഇല്ല, ഇൻ്റർനെറ്റ് ഇല്ല, അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് മുമ്പ് വന്നിട്ടുണ്ടെങ്കിൽ വെറുതെ ആലോചിച്ച് നോക്കി. രാവിലെ ആകുമ്പോൾ ഭയങ്കര വിശപ്പ്, ഉച്ചയാകുമ്പോഴേക്ക് വിശപ്പ്, അതായിരിക്കും സംഭവിക്കുക. എന്താ കാരണം? നമുക്ക് വേറെ ഏർപ്പാടൊന്നുമില്ല, കറക്റ്റ് മോണിറ്റർ ചെയ്യാൻ പറ്റും വിശപ്പിനെ. മനസ്സിലായില്ലേ? ഇതാണ് റീസൺ. അപ്പോൾ നമുക്ക് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നിങ്ങളുടെ മെസ്സേജ് ചോദിക്കാം, അഭിപ്രായങ്ങൾ മെസ്സേജ് ആയിട്ട് അറിയിക്കാം. ഓക്കെ, താങ്ക് യു. ഗുഡ് നൈറ്റ്.